പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് സ്റ്റീം പവർ സൈക്കിൾസ് ആണ്, അല്ലെങ്കിൽ വേപ്പർ പവർ സൈക്കിൾസ്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് കാർനോട്ട് സൈക്കിൾ. ഇപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്താണ്, ഒരു ഐഡിയൽ സൈക്കിളാണ്. ദെൻ പിന്നെ വരുന്നത് റാങ്കൈൻ സൈക്കിൾ. സോ അതും ഒരു ഐഡിയൽ സൈക്കിളാണ്. പിന്നെ വരുന്നത് മോഡിഫൈഡ് റാങ്കൈൻ സൈക്കിൾ, അതായത് പിന്നെ ആക്ച്വൽ സൈക്കിൾ. ദെൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഹീറ്റ് സൈക്കിൾ, ഫീഡ് വാട്ടർ സൈക്കിൾ, ദെൻ റീജനറേറ്റീവ് സൈക്കിൾ, ബൈനറി വേപ്പർ സൈക്കിൾ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് പവർ സൈക്കിൾ എന്താണെന്ന് നോക്കാം. ഈ പവർ സൈക്കിൾ കണ്ടിന്യൂസ്ലി കൺവേർട്ട് ഹീറ്റ് ഇൻ ടു ഷാഫ്റ്റ് വർക്ക് ഓർ ദി വർക്ക് ഇൻ വിച്ച് എ വർക്കിംഗ് ഫ്ലൂയിഡ് റിപ്പീറ്റഡ്ലി പെർഫോം സക്സഷൻ ഓഫ് പ്രോസസ്സസ്. സോ അപ്പോൾ നമ്മളെന്താണ് മുൻപ് ഗ്യാസ് പവർ സൈക്കിൾസ് ആണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് വേപ്പർ പവർ സൈക്കിൾസ് ആണ്. സോ ഇപ്പോൾ ഇതിനകത്ത് ഫേസ് ചേഞ്ച് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് സൈക്കിൾ കണ്ടിന്യൂസ്ലി കൺവേർട്ട്, ദാറ്റ് ഈസ് ഹീറ്റ്, അതായത് എനർജി റിലീസ്ഡ് ബൈ ബേണിംഗ് ഓഫ് ഫ്യൂവൽ. സോ ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ട് എന്താണ് വർക്ക് ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. സോ ഇപ്പോൾ ഇതെന്താണ് ഇറ്റ്സ് എൻ എൻജിൻ വിച്ച് കൺവേർട്ട്സ് ഹീറ്റ് എനർജി ഇൻ ടു വർക്ക്. ദെൻ ഇവിടുത്തെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടറാണ്. സോ നമ്മൾ ഇപ്പോൾ ഹീറ്റ് എഞ്ചിനിലൊക്കെ നമ്മൾ എന്താണ് എയർ ആണ് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ എന്താ പറയുക ഐഡിയൽ ഫ്ലൂയിഡായിട്ട് എടുക്കുന്നത്. ദെൻ അതിനകത്ത് സൈക്കിൾ, അതായത് ഡിഫറെൻറ്റ് എൻജിൻസ് അനുസരിച്ച് എന്താണ് ഫ്യൂവൽസ് ആഡ് ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ കോളാവാം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ ഫ്യൂവൽ അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്കൊരു സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഡയഗ്രാം നോക്കാം. സോ അപ്പോൾ ഇതാണ് എന്ത് സ്റ്റീം പവർ പ്ലാന്റിൻ്റെ ഒരു ഡയഗ്രാം വരുന്നത്. ദെൻ അപ്പോൾ അതിൽ വരുന്ന കമ്പോണൻറ്റ്, മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് പമ്പ്, അതായത് ഫീഡ് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പമ്പ് യൂസ് ചെയ്യുന്നത്. ദെൻ വരുന്നത് ബോയിലർ. ഇപ്പോൾ ബോയിലറിനകത്താണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹീറ്റ് അഡീഷൻ നടത്തുന്നത്. ദെൻ പിന്നെ വരുന്നത് ടർബൈനാണ് എന്ത് ചെയ്യുന്നത് ഷാഫ്റ്റ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു എന്താ പറയുക ഹീറ്റ് എനർജീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് സ്റ്റീമിൻ്റെ ഹീറ്റിനെ നമ്മൾ വർക്കായിട്ട് ഷാഫ്റ്റ് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഒരു ടർബൈനിൽ വെച്ചിട്ടാണ്. ദെൻ സോ അപ്പോൾ അതിനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ആണെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടർബൈൻ്റെ ഷാഫ്റ്റ് ജനറേറ്ററായിട്ട് കണക്ട് ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യാം ഇതിനകത്ത് നിന്ന്. സോ ഇപ്പോൾ ഷാഫ്റ്റ് വർക്ക് എന്താണ് ഈ മെക്കാനിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ദെൻ വരുന്നത് കണ്ടൻസറാണ്. കണ്ടൻസർ എന്തിനാണ്, ഹീറ്റ് റിജക്ഷന് വേണ്ടിയിട്ടാണ്. സോ ഇപ്പോൾ ഇതിനകത്ത് മെയിൻ പാർട്സ് എന്തൊക്കെയാണ്, ബോയിലർ, ടർബൈൻ, കണ്ടൻസർ, പമ്പ്. ഈ 4 കമ്പോണൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോയിലറിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കോള അല്ലെങ്കിൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനു നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂവലായിട്ട് ഇവിടെ യൂസ് ചെയ്യാം. ദെൻ എയർ, പിന്നെ ഇതിനകത്ത് നിന്ന് ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ നമുക്ക് എക്സോസ്റ്റ് വരുന്നത് എന്തുട്ടാണ് കമ്പഷൻ ഗ്യാസസ് ടു സ്റ്റാക്ക്. അപ്പോൾ കമ്പഷൻ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് അത് എക്സോസ്റ്റ് ആയിട്ട് പോകും. ദെൻ ടർബൈനകത്ത് എന്താണ് ഈ ഒരു സ്റ്റീം എന്ത് ചെയ്യും ടർബൈനിലേക്ക് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം എന്ത് ചെയ്യും ടർബൈനിൽ പോവും. ടർബൈനിൽ നിന്ന് എന്ത് ചെയ്യും ടർബൈൻ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യും. സോ ഇപ്പോൾ അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് അതിനെ കണ്ടൻസറിലേക്ക് കൊടുക്കാം. കണ്ടൻസറിൽ വെച്ചിട്ട് എന്ത് ചെയ്യും അതിനെ ദെൻ ഫീഡ് വാട്ടർ, അതായത് ഫീഡ് വാട്ടർ അല്ല കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യും ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നു കൂളിംഗ് വാട്ടർ പമ്പ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യും ഇതിനകത്തുള്ള ഈ ഒരു സ്റ്റീമിൻ്റെ റിമൈനിങ് ഹീറ്റ് എന്ത് ചെയ്യും എക്സ്ട്രാക്ട് ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. ദെൻ അഗൈൻ എന്ത് ചെയ്യും ഇനീഷ്യൽ പ്രഷറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ പമ്പ് യൂസ് ചെയ്തിട്ട് അഗൈൻ ഇതിനകത്തേക്ക് ബോയിലറിലേക്ക് ഫീഡ് ചെയ്യും. സോ ഇപ്പോൾ ഇതാണ് സ്കീമാറ്റിക് ഡയഗ്രം വരുന്നത്. സോ ഇപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ ഒരു ഫർണസ് ബോയിലർ. സോ ഇപ്പോൾ ഇതിനകത്ത് എയർ ആൻഡ് ഫ്യൂവലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഫർണസിനകത്തേക്ക് വരുന്നത്. ദെൻ കംപ്രഷൻ പ്രോഡക്ട്സ് ആണ് അതിനകത്തുള്ള ഔട്ട്പുട്ട് വരുന്നത്. സോ ഇപ്പോൾ ഇത് എന്താണ് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇപ്പോൾ നമുക്ക് ബോയിലറാണ് ഇതിലെ മെയിൻ പാർട്ട് വരുന്നത്. സോ ബോയിലറിന് ഇപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു ഫർണസോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു നമുക്ക് ഡിഫറെൻറ്റ് മീൻസിൽ എന്ത് ചെയ്യാൻ പറ്റും ബോയിലറിൽ വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ബോയിലറിൽ ഹീറ്റ് ഇൻടേക്ക് വരുന്നുണ്ട്. ദെൻ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ വാട്ടറിനെ എന്താവും സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ഇപ്പോൾ ഇവിടെ ഫേസ് ചേഞ്ച് വരുന്നുണ്ട്. ദെൻ ടർബൈനിലേക്ക് പോകും. ടർബൈനിൽ എന്ത് ചെയ്യും ഷാഫ്റ്റ് വർക്ക് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ടർബൈൻ വർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും, അതായത് വർക്ക് ഔട്ട്പുട്ട് ലഭിക്കും. ദെൻ അപ്പോൾ ആ ഒരു സ്റ്റീം എന്ത് ചെയ്യും ദെൻ കണ്ടൻസറിലേക്ക് പോകും. കണ്ടൻസറിൽ വെച്ച് എന്ത് ചെയ്യും ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഇതിനെ ഹീറ്റ് സിങ്ക് എന്ന് പറയാം. സോ ഇത് നമുക്ക് എന്താണ്
ഇതിനകത്തേക്ക് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അങ്ങനെയാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ദെൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടൻസറിൽ നിന്ന് എന്ത് ചെയ്യും, അഗെയിൻ പമ്പിലേക്ക് കൊടുക്കും. സോ ഇപ്പോൾ പമ്പ് എന്ത് ചെയ്യും, ഇനീഷ്യൽ പ്രഷറിലേക്ക് എന്ത് ചെയ്യാം, ദെൻ ഈ ഒരു വാട്ടറിനെ ബോയിലറിലേക്ക് ഫീഡ് ചെയ്യും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൻ്റെ വർക്കിംഗ്. ഹീറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു വാട്ടർ ഇൻ ദ ബോയിലർ ഫ്രം എൻ എക്സ്റ്റേണൽ സോഴ്സ്. സോ ഇപ്പോൾ എക്സ്റ്റേണൽ സോഴ്സ് എന്താവാം, furnace where fuel is continuously burned to rise the steam. The high pressure and high temperature steam leaving the boiler expand in turbine to produce shaft work. സോ ഇപ്പോൾ നമുക്ക് ബോയിലറിൽ നിന്ന് വരുന്നത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ സ്റ്റീമാണ്. സോ ഇപ്പോൾ അതെന്ത് ചെയ്യും, ടർബൈനിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അതിൻ്റെ പ്രഷർ ഡിക്രീസ് ചെയ്യും. അതേപോലെ തന്നെ എന്താണ്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. ദെൻ സ്റ്റീം ലീവിങ് ടർബൈൻ കണ്ടൻസസ്. സോ ഇപ്പോൾ ഈ ഒരു ടർബൈനിൽ വെച്ചിട്ട് എന്താണ് വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ദെൻ ദ സ്റ്റീം ലീവിങ് ടർബൈൻ കണ്ടൻസസ് ഇൻ ടു വാട്ടർ ഇൻ ദി കണ്ടൻസർ വേർ കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ്സ് റിജക്റ്റിംഗ് ഹീറ്റ്. ദെൻ ദ വാട്ടർ ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദ ബോയിലർ. സോ ഇപ്പോൾ ഈ ഒരു ടർബൈനിൽ നിന്ന് വരുന്ന സ്റ്റീം എന്ത് ചെയ്യും, നമ്മൾ കണ്ടൻസറിൽ വെച്ചിട്ട് കണ്ടൻസ് ചെയ്യും. അതായത് സ്റ്റീമിനെ വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യും. ദെൻ അവിടെ വെച്ചിട്ടാണ് ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്. ദെൻ ദ വാട്ടർ ഈസ് പമ്പ്ഡ് ബാക്ക് ടു ദ ബോയിലർ. Then since the fluid is undergoing a cyclic process, there will be no net change in internal energy over the cycle, and consequently net energy transferred to unit mass of the fluid as heat during cycle must equal to net energy transfer as work from the fluid. So ഇപ്പോൾ ഇതിനകത്ത് internal energy change ഇല്ല. ഓക്കെ, അതായത് നെറ്റ് ഇൻറ്റേർണൽ എനർജി സൈക്ലിക് പ്രോസസ്സ് ആയതുകൊണ്ട് നെറ്റ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇല്ല. സോ ഡെൽറ്റ യു ഇല്ല. അതുകൊണ്ട് എന്താണ് നമുക്ക് പറയാം, സം ഓഫ് ദി അല്ലെങ്കിൽ നെറ്റ് ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് വർക്കാണെന്ന് പറയാം. നെറ്റ് ഹീറ്റ് ഇൻപുട്ടിൽ നെറ്റ് ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് വർക്കാണെന്ന് നമുക്ക് പറയാം ഇൻ ദി സൈക്ലിക് പ്രോസസ്. സോ ഇപ്പോൾ ഇവിടെ എന്താണ്, ബോയിലറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് അഡീഷൻ നടത്തുന്നത്. ഹീറ്റ് റിജക്ഷൻ വരുന്നത് കണ്ടൻസറിൽ വെച്ചിട്ടാണ്. സോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്തുള്ള നെറ്റ് ഹീറ്റ് ഇൻട്രാക്ഷൻ വരുന്നത്. സോ Q1 - Q2 ആണ് ഇവിടുത്തെ Q നെറ്റ് എന്ന് പറയുന്നത്. ദെൻ ടർബൈനിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പമ്പ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സിസ്റ്റം അതായത് ഇതിനകത്ത് വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ അവരുടെ ഡിഫറൻസ് ആണെന്ന് പറയുന്നത് വർക്ക് നെറ്റ് എന്ന് പറയുന്നത്. സോ Q1 - Q2 equal to WT minus WP. സോ സൈക്കിൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഈറ്റ ഈസ് ഈക്വൽ ടു വർക്ക് നെറ്റ് ബൈ അല്ലെങ്കിൽ നെറ്റ് വർക്ക് ബൈ ഹീറ്റ് ഇൻപുട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ടർബൈൻ വർക്ക് മൈനസ് പമ്പ് വർക്ക് ഡിവൈഡ് ബൈ ദി ഹീറ്റ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു നമുക്കെന്താണ്, നമ്മൾ കണ്ടു നേരത്തെ WT minus WP എന്ന് പറയുന്നത് Q1 - Q2 ആണ്. സോ Q1 - Q2 by Q1 ഈസ് ഈക്വൽ എന്ത് എഫിഷ്യൻസി വരുന്നത്. സോ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 1 - Q2 by Q1 എന്ന് എഴുതാം. പിന്നെ ഇതിനകത്തുള്ള ഫസ്റ്റ് വരുന്നത് നമ്മളൊരു യൂണിറ്റ് മാസ് 1 കിലോഗ്രാം വാട്ടറാണ് എടുക്കുന്നത്. ദെൻ വർക്കിംഗ് ഫ്ലൂയിഡ് എന്താണ്, വാട്ടറാണ്. സ്റ്റേറ്റ് ചേഞ്ച് ആണ് വരുന്നത് 4 to 1, അതായത് ബോയിലറിനകത്ത്. ദെൻ അപ്പോൾ അവിടെ ഹീറ്റ് ഇൻപുട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഹീറ്റ് അഡീഷൻ ആണ് നടക്കുന്നത്. ദെൻ സ്റ്റേറ്റ് ചേഞ്ച് ഫ്രം 1 to 2 ഇൻ ടർബൈൻ. സോ ടർബൈനിൽ സ്റ്റേറ്റ് ചേഞ്ച് നടക്കുന്നുണ്ട്. അതാണ് അവിടെ വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് ചേഞ്ച് ഇൻ 2 to 3 വരുന്നത് ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ദെൻ ഉണ്ടായിരിക്കും, അതായത് ഈ ബോയിലറിനകത്ത്. ദെൻ ഇവിടെ 2 to 3 എന്താണ്, ഹീറ്റ് റിജക്ഷൻ ആണ്. ദെൻ അടുത്തത് 3 to 4 വരുന്നത് പമ്പിനകത്ത് എന്താണ്, വർക്ക് ഇൻപുട്ടാണ് വരുന്നത്. അതായത് ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാട്ടറിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കാർനോട്ട് സൈക്കിൾ നോക്കാം. സോ ഇപ്പോൾ കാർനോട്ട് സൈക്കിളിനകത്ത് 4 പ്രോസസ്സാണ് വരുന്നത്. 2 കോൺസ്റ്റൻറ്റ് പ്രഷർ ഓപ്പറേഷൻ ആൻഡ് 2 ഫ്രിക്ഷൻലെസ് അഡയാബാറ്റിക് അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക് പ്രോസസ്സാണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് 4 to 1 എന്താണെന്ന് നോക്കാം. സോ ഇപ്പോൾ 4 to 1 വരുന്നത് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. സോ സൈക്കിളാണല്ലോ, നമുക്ക് ഏത് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ പറയാം. സോ നമുക്ക് ഇതിനെ ജസ്റ്റ് 2 അതായത് 2 കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സും അതുപോലെ തന്നെ 2 ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇപ്പോൾ ഇതാണ് എന്ത് TS ഡയഗ്രാം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ദെൻ ഇതാണ് PV ഡയഗ്രാം വരുന്നത്, പ്രഷർ വോളിയം ഡയഗ്രാം. സോ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് 1 to 2 ഒക്കെ പറയുന്നത് എന്താണ്, ഐസെൻട്രോപ്പിക്
എക്സ്പാൻഷൻ ആണ്. സോ ഇപ്പോൾ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ് 1 to 2 പ്രോസസ്സാണ്. കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ്സാണ് 1 to 2 വരുന്നത്. സോ ഇപ്പോൾ ഇതിൽ എൻട്രോപ്പി എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രോപ്പി കോൺസ്റ്റന്റ് ആണ്. ദെൻ ഇവിടെ പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്രഷർ 1 to 2 എക്സ്പാൻഷൻ പ്രോസസ്സാണ്, പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ എന്താണ്, ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഇത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ നടക്കുന്നത് എവിടെയാണ്, ടർബൈനിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് കാർനോട്ട് സൈക്കിളിനകത്ത് ജസ്റ്റ് എന്താ പ്രോസസ്സാണ് നമ്മൾ നോക്കി പോകുന്നത്. ദെൻ അടുത്തത് 2 to 3 കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. സോ ഇപ്പോൾ അടുത്ത പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് 2 to 3 എന്ന് പറയുന്നത്. സോ ഇത് കണ്ടൻസറിലാണ് ഒക്കെ അറിയുന്നുണ്ടാവുക. സോ ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ്സാണ്. ദെൻ ഇവിടുത്തെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രഷറിനകത്ത് ചേഞ്ച് വരുന്നില്ല. ദെൻ ടെമ്പറേച്ചർ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ ഇപ്പോൾ ഇവിടുത്തെ ലോ ടെമ്പറേച്ചർ ആണ് വരുന്നത് എന്ത്, കണ്ടൻസറിൽ. ഓക്കെ, സോ ഇപ്പോൾ ഇവിടുത്തെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ക്യൂ റിജക്ഷൻ ഈസ് ഈക്വൽ ടു TL, അതായത് ലോ ടെമ്പറേച്ചർ ഇൻറ്റു S2 - S3. സോ S2 എന്ന് പറയുന്നത് ഈ ഒരു എൻട്രോപ്പി, അതായത് ഈ ഒരു 1 to 2 പ്രോസസ്സിൽ വരുന്ന എൻട്രോപ്പിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, S2 എന്ന് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 3 to 4 പ്രോസസ്സിലെ എന്താണ് എൻട്രോപ്പിയാണ് നമ്മൾ S3 എന്ന് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ S2 - S3 ആണ് ഇത് പറയുന്നത് ഇവിടുത്തെ ഹീറ്റ് റിജക്ഷൻ. സോ ഇപ്പോൾ TL ഇൻറ്റു S2 - S3 ആണ് വരുന്നത് ഇവിടുത്തെ ഹീറ്റ് റിജക്ഷൻ വരുന്നത്. സോ ഇപ്പോൾ സ്റ്റീം എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടൻസ് ഇൻറ്റു വാട്ടർ. സോ ഇവിടെ ഒരു ഫേസ് ചേഞ്ച് ഒക്കെ പറയുന്നുണ്ട്. ദെൻ അടുത്തത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഓക്കെ, ഐസെൻട്രോപ്പിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രഷർ നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. സോ ഇപ്പോൾ P2 അല്ലെങ്കിൽ ലോ പ്രഷർ ടു ഹൈ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് കോൺസ്റ്റന്റ് എൻട്രോപ്പി പ്രോസസ്സാണ്, നമ്മുടെ എൻട്രോപ്പി ചേഞ്ച് ചെയ്യുന്നില്ല. ദെൻ ഇത് പമ്പിലായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഒരു പ്രോസസ്സ് മാത്രം നോക്കുന്നുള്ളൂ. ദെൻ അടുത്തത് 4 to 1 വരുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ്. സോ ഇത് ബോയിലറിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീറ്റ് ആഡ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. സോ പ്രഷറിനകത്ത് ചേഞ്ച് വരുന്നില്ല, ദെൻ ടെമ്പറേച്ചറിനകത്തും ചേഞ്ച് വരുന്നില്ല. ദെൻ ഇവിടുത്തെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് TH ഇൻറ്റു S2 - S3 ആണ് വരുന്നത്. സോ ഓക്കെ, ഹീറ്റ് ആഡഡ് എന്ന് പറയുന്നത് TH ഇൻറ്റു S2 - S3. സോ ഇപ്പോൾ W net ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം, ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ്. അപ്പോൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത് എന്താണ്, TH ഇൻറ്റു S2 - S3 ആണ്. ദെൻ ഹീറ്റ് റിജക്ഷൻ TL ഇൻറ്റു S2 - S3 ആണ്. സോ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് ഈ ഒരു ടേം S2 - S3 എന്താണ്, കോമൺ ആണ്, നമുക്ക് എന്ത് ചെയ്യുക, പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് TH - TL ഇൻറ്റു S2 - S3 എന്ന് കിട്ടും. ഇതാണ് എന്ത്, നെറ്റ് W net എന്ന് പറയുന്നത്. സോ ദെൻ കാർനോട്ട് എഫിഷ്യൻസി ഈറ്റ കാർനോട്ട് ഈസ് ഈക്വൽ ടു W net ഡിവൈഡ് ബൈ Qin, ദാറ്റ് ഈസ് QS - QR ബൈ QS ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, TH - TL, അതായത് TH - TL ഇൻറ്റു S2 - S3 ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻ എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് ആഡഡ് TH ഇൻറ്റു S2 - S3 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടേം S2 - S3 എന്താണ്, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കോമൺ ആണ്, അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് ഇതിനെ TH - TL ബൈ TH എന്ന് എഴുതാം. അഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ THനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ നമുക്ക് എന്താണ്, നമ്മുടെ എഫിഷ്യൻസി എന്തായിട്ട് മാറും, 1 ഈറ്റ ഈസ് ഈക്വൽ ടു ഈറ്റ കാർനോട്ട് ഈക്വൽ ടു 1 - TL ബൈ TH ആയിരിക്കും, അതായത് ലോ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്താണ് ലിമിറ്റേഷൻസ് നോക്കാം. സോ അപ്പോൾ കാർനോട്ട് എന്താണ്, ഐഡിയൽ ആണ്. സോ ഫസ്റ്റ് ഇതിൻ്റെ ലിമിറ്റേഷൻ വരുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ് എ വെറ്റ് വേപ്പർ ഐസെൻട്രോപ്പിക്കലി ടു സാച്ചുറേറ്റഡ് സ്റ്റേറ്റ് ആസ് റിക്വയർഡ് ബൈ ദ പ്രോസസ് 3 to 4. അപ്പോൾ നമുക്ക് 3 to 4-നകത്ത് എന്താണ്, ഐസെൻട്രോപ്പിക് കംപ്രഷൻ വേണം. ഓക്കെ, സോ അപ്പോൾ വെറ്റ് വേപ്പറിനെ ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. സോ അതേപോലെ അപ്പോൾ 3 to 4 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എന്താണ്, ഈ കോൺസ്റ്റന്റ് എൻട്രോപ്പിക് പ്രോസസ്സ് എന്താണ്, ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് കണ്ടൻസേറ്റ് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടൻസർ. സോ സ്റ്റേറ്റ് 3 ഈസ് എക്സാക്ട്ലി ഒബ്റ്റൈൻഡ്. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടൻസറിൽ നിന്ന് വരുന്ന കണ്ടൻസേറ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ അടുത്തൊരു കേസ് എന്ന് പറയുന്നത്, ദ എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് സൈക്കിൾ ഈസ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ ദ ടെമ്പറേച്ചർ T1 at which heat is transferred to the working fluid. Since critical temperature for steam is only 374, therefore if the cycle is to be operated in wet region, the maximum possible temperature severely limited. So ഇപ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ എഫിഷ്യൻസി അതായത് TL 1 - TL ബൈ TH ആണ്. ഇപ്പോൾ TH ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു ടൈം ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണ് നമ്മളെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. സോ ഇപ്പോൾ ഈ ഒരു TH, അതായത് TH എന്താണ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക്
ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, സ്റ്റീമിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 374 ആണ്. സോ ഇപ്പോൾ വെറ്റ് റീജിയണിൽ എന്ത് ചെയ്യുക, ഈ ഒരു സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിലോ ഇവിടെ ഇതെന്താണ്, ഇത് വേപ്പർ ഡോമിൻ്റെ അകത്താണ് എന്ത് വരുന്നത്, നമ്മുടെ ഹൈ ടെമ്പറേച്ചർ വരുന്നത്. ഓക്കെ, സോ മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ എന്താണ്, ലിമിറ്റഡ് ആണ്. ഓക്കെ, അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. സോ അപ്പോൾ ഫസ്റ്റ് വരുന്ന കാർനോട്ടിലെ ഡിഫിക്കൽട്ട് എന്താണ്, ഫസ്റ്റ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. ഓക്കെ, ഡിഫിക്കൽട്ട് കംപ്രസ് വെറ്റ് വേപ്പർ ഐസെൻട്രോപ്പിക്കലി, വെറ്റ് വേപ്പറിന് ഐസെൻട്രോപ്പിക്കലി കംപ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ദെൻ അടുത്ത കേസ് വരുന്നത് എന്താണ്, ഇതിലെ കണ്ടൻസേറ്റിൻ്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ എന്താണ്, ഈ ഒരു സ്റ്റീമിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നത് എഫക്റ്റഡ് ബൈ ദി ഹൈ ടെമ്പറേച്ചർ. സോ ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ സ്റ്റീം ഈസ് 374. therefore സൈക്കിൾ ഓപ്പറേറ്റഡ് ഇൻ വെറ്റ് റീജിയൻ. സോ ഇപ്പോൾ വെറ്റ് റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഇത് മാക്സിമം പോസിബിൾ ടെമ്പറേച്ചർ എന്താണ്, ലിമിറ്റഡ് ആണ്. ദെൻ അടുത്തൊരു the cycle is still more difficult to operate in practice with superheated steam due to necessity of supplying superheat at constant temperature instead of constant pressure. സോ ഇപ്പോൾ പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്യാന്ന് പറയുന്നത്, ഈ ഒരു സൈക്കിൾ എന്താണ്, ഈ ഒരു സൈക്കിൾ പ്രാക്ടിക്കലി ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് എന്താ, ഡിഫിക്കൽട്ടാണ് ബിക്കോസ് ഓഫ് ദി superheated steam due to necessity to supply superheat at constant temperature instead of constant pressure. സോ അപ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷറിലല്ല, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സൂപ്പർ ഹീറ്റ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് 4 ലിമിറ്റേഷൻസ് വരുന്നത്. ഇനി നമുക്ക് റാങ്കൈൻ സൈക്കിൾ നോക്കാം. അപ്പോൾ നമ്മുടെ റാങ്കൈൻ സൈക്കിൾ വരുന്നത്, ഈച്ച് പ്രോസസ് ഇൻ വേപ്പർ സൈക്കിൾ ഇറ്റ് ഈസ് പോസിബിൾ ടു അസ്യൂം ഹൈപ്പോത്തറ്റിക്കൽ ഓർ ഐഡിയൽ പ്രോസസ് വിച്ച് റെപ്രസെൻറ്റ് ബേസിക് ഇൻറ്റൻഡഡ് ഓപ്പറേഷൻസ് ഇൻവോൾവ് നോ എക്സ്ട്രേനിയസ് എഫക്ട്. സോ ഇപ്പോൾ എന്താണ്, നമുക്ക് ഇതിനകത്തുള്ള പ്രോസസ്സ്, ഈ വേപ്പർ സൈക്കിളിനകത്തുള്ള ഓപ്പറേഷൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പ്രോസസ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈപ്പോത്തറ്റിക്കൽ ഓർ ഐഡിയൽ പ്രോസസ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അസ്യൂം ചെയ്യുക. സോ ഫോർ എ സ്റ്റീം ബോയിലർ, ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് ബോയിലറിനകത്ത് വുഡ് ബി റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് പ്രോസസ് ഓഫ് വാട്ടർ ടു ഫോം സ്റ്റീം. സോ അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, നമ്മൾ ബോയിലർ കൺസിഡർ ചെയ്യുക. ബോയിലറിനകത്ത് വരുന്നത് എന്താണ്, റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് പ്രോസസ്സ് എന്താണ്, റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് എടുക്കുക. Then for the turbine, ideal process would be reversible adiabatic expansion of steam. So ഇപ്പോൾ reversible adiabatic എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ് വരുന്നത്. സോ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഫസ്റ്റ് പ്രോസസ്സ് 1 to 2 പ്രോസസ്സിനെ നമുക്ക് എങ്ങനെ എടുക്കാം, റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ്. ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ എന്ന് പറയാം. ഓക്കെ, സോ അപ്പോൾ അവിടെ എന്താണ്, വാട്ടർ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ അടുത്തത് ടർബൈനിൽ എന്താണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ഓഫ് സ്റ്റീം ആണ് വരുന്നത്. ദെൻ ഫോർ കണ്ടൻസറിനകത്ത് എന്താണ്, കണ്ടൻസേഷൻ ആണ്, ദറ്റ് ഈസ് എക്സ്പാൻഷൻ ആയിരിക്കും. ഇറ്റ് വുഡ് ബി എ റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. സോ ഇപ്പോൾ ഇവിടെയാണ് എക്സ്പാൻഷൻ വരുന്നത്. ദെൻ കണ്ടൻസറിനകത്ത് വരുന്നത് എന്താണ്, റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ കണ്ടൻസറിനകത്ത്. ആസ് ദ സ്റ്റീം കണ്ടൻസ് സ്റ്റിൽ ബിക്കം സാച്ചുറേറ്റഡ് ലിക്വിഡ്. സോ ഇപ്പോൾ എന്താണ്, സ്റ്റീം ലിക്വിഡ് ആവുന്നത് വരെ, സാച്ചുറേറ്റഡ് ലിക്വിഡ് ആവുന്നത് വരെ എന്ത് ചെയ്യും, കണ്ടൻസേഷൻ ഒക്കെ പറയും. ആൻഡ് ഫോർ ദ പമ്പ് ദ ഐഡിയൽ പ്രോസസ് വുഡ് ബി റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ ഓഫ് ദ ലിക്വിഡ് എൻഡിങ് ഇനീഷ്യൽ പ്രഷർ. സോ ഇപ്പോൾ ഇനീഷ്യൽ പ്രഷർ അറ്റൈൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യാം, നമ്മൾ റിവേഴ്സിബിളി അഡയാബാറ്റിക് കംപ്രഷനാണ് കൊടുക്കുന്നത്. അതായത് ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയാം. ആർ ഐഡിയൽ, ഇപ്പോൾ ഈ പ്രോസസ്സൊക്കെ എന്താണ്, 4 പ്രോസസ്സസ് were ഐഡിയൽ. ദ സൈക്കിൾ ഈസ് കോൾഡ് റാങ്കൈൻ സൈക്കിൾ. ദിസ് ഈസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. സോ ഇപ്പോൾ എന്താണ്, ഇതൊരു റിവേഴ്സിബിൾ സൈക്കിളാണ്. ദെൻ ഐഡിയൽ സൈക്കിളാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് PV ദെൻ TS HS, അതായത് മൊളിയർ ഡയഗ്രാം, ദെൻ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം, ദെൻ പ്രഷർ വോളിയം ഡയഗ്രാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 4 പ്രോസസ്സിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഈ പ്രോസസ്സൊക്കെ ഒന്ന് നോക്കാം ഈ പ്ലോട്ട്സ് വെച്ചിട്ട്. ഫോർ എനി ഗിവൺ പ്രഷർ സ്റ്റീം അപ്രോച്ചിങ് ദ ടർബൈൻ മേ ബി ഡ്രൈ സാച്ചുറേറ്റഡ് ദെൻ വെറ്റ് ഓർ സൂപ്പർ ഹീറ്റഡ്. അപ്പോൾ നമുക്ക് എന്താണ്, ടർബൈനിലേക്ക് വരുന്ന സ്റ്റീം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എന്തായിരിക്കാം, ഡ്രൈ സാച്ചുറേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറ്റ് സ്റ്റീം ആയിരിക്കാം, ദെൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കാം. അപ്പോൾ ദെൻ ഇതാണ് എന്ത്, സാച്ചുറേറ്റഡ്, ഡ്രൈ സാച്ചുറേറ്റഡ് E1 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് TS ഡയഗ്രത്തിനകത്ത് നോക്കാം, ഇതാണ്
1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്, അല്ലെങ്കിൽ ഇതാണ് എന്ത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. സോ ഇപ്പോൾ ഇതാണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം, ദെൻ ഇത് വെറ്റ് സ്റ്റീം, ദെൻ ഇത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. ഓക്കെ, സോ ഇത് വേപ്പർ റീജിയൻ, ദെൻ ഇത് ലിക്വിഡ് പ്ലസ് വേപ്പർ റീജിയൻ, ദെൻ ഇത് ഇവിടെ സോളിഡ് വരും. സോ ഇതാണെന്ത് ഡ്രൈ സാച്ചുറേറ്റഡ് വേപ്പർ എന്ന് പറയുന്നത് ഈ ഒരു വേപ്പർ ലൈനിലെ ഈ പോയിന്റ്. ദെൻ ഔട്ട്സൈഡ് പോയിന്റ് ആണ് എന്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്ന് പറയുന്നത്. ദെൻ ഇൻസൈഡ് പോയിന്റ് ആണ് എന്ത് വെറ്റ് സ്റ്റീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടർബൈനിൽ എത്തുന്നത് എങ്ങനെയായിരിക്കാം, മറ്റേ പ്രഷർ. ഓക്കെ, സോ നമുക്ക് രണ്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സ്, അതായത് രണ്ട് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സും രണ്ട് ഐസെൻട്രോപിക് പ്രോസസ്സും ആണ് വരുന്നത്. സോ ഇപ്പോൾ അതായത് രണ്ട് പ്രഷർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ഒരു ടോട്ടൽ സൈക്കിളിനകത്തുള്ളൂ. ലോ പ്രഷർ, ഹൈ പ്രഷർ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടെണ്ണം അല്ല വരുന്നത്. സോ രണ്ട് പ്രഷറാണ് ആകെ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നുള്ളൂ, ഒന്ന് ലോ പ്രഷറും ഹൈ പ്രഷറും. സോ അപ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്താണ് ടർബൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എന്താണ് വെറ്റ് സ്റ്റീം, ഡ്രൈ സാച്ചുറേറ്റഡ്, സൂപ്പർ ഹീറ്റഡ് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്റ്റീം ആയിരിക്കും വരുന്നത്. ദെൻ ദ ഫ്ലൂയിഡ് അപ്രോച്ചിങ് പമ്പ് ഇൻ ഈച്ച് കേസ് ഈസ് സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് 3. ദെൻ ഇനി ടർബൈനിനകത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ് 1 to 2 എന്താ സ്റ്റീം എക്സ്പാൻസ് റിവേഴ്സിബിളി ആൻഡ് അഡയാബാറ്റിക്കലി, അതായത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഒക്കെ അറിയുന്നത്. സോ പ്രഷർ എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട് എവിടെ ടർബൈനിൽ വെച്ചിട്ട്. സോ സ്റ്റേറ്റ് 1 നിന്ന് സ്റ്റേറ്റ് 2ലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോസസ്സ് ഒക്കെ അറിയുന്നത്, അതായത് 1 to 2 പ്രോസസ്സാണ് 1 to 2. ഓക്കെ, സോ അപ്പോൾ ഈ 1' to 2' വരാം, 1" to 2" വരാം. അതായത് ഡ്രൈ സാച്ചുറേറ്റഡിൽ നിന്ന് എന്താണ് ഇവിടെയൊക്കെ വെറ്റിന് വരുന്നത്. ദെൻ ഇത് എല്ലാം എന്താണ് ലിക്വിഡ് പ്ലസ് സ്റ്റീം ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ടർബൈനിലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു പോയിന്റ്, അതായത് 2 to 3 ആണ് അടുത്ത പ്രോസസ്സ് വരുന്നത്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് വരുന്നത്, ഇവിടെ കണ്ടൻസറിലാണ് വരുന്നത്. സോ അപ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, സ്റ്റീം ലീവിങ് ദ ടർബൈൻ കണ്ടൻസേഴ്സ് ടു വാട്ടർ ഇൻ കണ്ടൻസർ റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ എന്ത് ചെയ്യും റിവേഴ്സിബിളി ഇറ്റ് വിൽ ചേഞ്ചസ് ഫ്രം ദ സ്റ്റീം ടു വെറ്റ് സ്റ്റീം ഇൻ ടു ലിക്വിഡ് ഓർ ദി വാട്ടർ. അടുത്ത ബട്ട് ഫ്ലൂയിഡ് അപ്രോച്ചിങ് ദ പമ്പ്. സോ ഇപ്പോൾ 2 to 3 പ്രോസസ്സിൽ എന്താണ് 3 എന്ന് പറയുന്നത് പമ്പാണ്. സോ പമ്പിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഇൻ കേസ് ഓഫ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. സോ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മുടെ പമ്പിനെ അപ്രോച്ച് ചെയ്യുന്നത്. അടുത്ത് എന്ത് ചെയ്യുന്നത് വാട്ടർ അറ്റ് സ്റ്റേറ്റ് 3 ദെൻ പമ്പ്ഡ് ടു ബോയിലർ അറ്റ് സ്റ്റേറ്റ് 4 റിവേഴ്സിബിളി ആൻഡ് അഡയാബാറ്റിക്കലി. ദ വൺ എന്ത് ചെയ്യും 3 to 4 പ്രോസസ്സ് വരുന്നത് എന്താണ് വാട്ടർ. സോ ഐസെൻട്രോപിക് പ്രോസസ്സാണ്, ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് ഇവിടെ വരുന്നത്, പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ പമ്പിൽ 3 to 4 പ്രോസസ്സാണ് വരുന്നത്. ദെൻ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് വാട്ടർ ഈസ് ഹീറ്റഡ് ഇൻ ബോയിലർ ഫ്രം സ്റ്റീം റിവേഴ്സിബിളി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഫ്രം സ്റ്റേറ്റ് 4 to സ്റ്റേറ്റ് 1. ദെൻ 4 to 1 എന്താണ് ഹീറ്റിംഗ് പ്രോസസ്സാണ് വരുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ് വരുന്നത്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആണ് എന്ത് ചെയ്യുന്നത് ബോയിലറിനകത്ത് ഒക്കെ അറിയുന്നത്. സോ ഇപ്പോൾ ഇവിടെ ഫേസ് ചേഞ്ച് കൂടി ഒക്കെ അറിയുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ലിക്വിഡ് ചെയ്യുന്ന എന്താണ്, സോ ഇത് ലിക്വിഡ് റീജിയൻ. സോ ലിക്വിഡ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നുണ്ട് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആവുന്നുണ്ട്. സോ ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ ആണ്. ദെൻ നമുക്ക് വരുന്നത് എന്താണ് സാച്ചുറേറ്റഡ് വേപ്പർ ആർ വെറ്റ് വേപ്പർ അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് എന്തായിരിക്കും സ്റ്റീം ആയിരിക്കും നമുക്ക് ഈ ഒരു ബോയിലറിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് 4 to 1 എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ റാങ്കൈൻ സൈക്കിൾ എന്താണ് ഒരു ഐഡിയൽ സൈക്കിളാണ്. നമ്മൾ റാങ്കൈൻ സൈക്കിൾ എങ്ങനെയാണ് ഈ ഒരു വേപ്പർ സൈക്കിളിനെ നമ്മൾ നേരത്തെ പറഞ്ഞ വേപ്പർ സൈക്കിളിനെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഓരോ പ്രോസസ്സിനെ നമ്മൾ ഐഡിയൽ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ പ്രോസസ്സായിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റാങ്കൈൻ സൈക്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ റാങ്കൈൻ സൈക്കിളിനകത്ത് വരുന്നത് എങ്ങനെയാണ്, ബോയിലറിനകത്ത് എന്ത് ചെയ്യും റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റിംഗ് ആണ് വരുന്നത്. സോ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ഇൻ ദ ബോയിലർ water to form steam. Then for turbine ideal process would be reversible adiabatic isentropic expansion ആണ് വരുന്നത്. സോ ഇപ്പോൾ സ്റ്റീമിൻ്റെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, നമ്മുടെ ടർബൈനകത്ത് നടക്കുന്നത്. അവിടെ വർക്ക് ഔട്ട്പുട്ടാണ് ലഭിക്കുന്നത്. ദെൻ
അടുത്തത് ഫോർ ദ കണ്ടൻസർ ഇറ്റ് വുഡ് ബി എ റിവേഴ്സിബിൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. സോ ഇപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ഹീറ്റ് ഔട്ട്പുട്ട് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് കണ്ടൻസറിനകത്ത്. ദെൻ എന്ത് ചെയ്യും സ്റ്റീം എന്ത് ചെയ്യും സാച്ചുറേറ്റഡ് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും എവിടെ കണ്ടൻസറിൽ. ദെൻ കണ്ടൻസറിൽ നിന്ന് വരുന്നത് എന്തായിരിക്കും ഈ ഒരു ലിക്വിഡ് പമ്പിനെ അപ്രോച്ച് ചെയ്യും. സോ ദ ഐഡിയൽ പ്രോസസ് വുഡ് ബി റിവേഴ്സിബിൾ അഡയാബാറ്റിക് കംപ്രഷൻ. സോ ഇറ്റ്സ് ആൻ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് എവിടെ ഒക്കെ പറയുന്നത് പമ്പിനകത്ത് ഒക്കെ പറയുന്നത്. ദെൻ ഇനീഷ്യൽ പ്രഷർ അറ്റൈൻ ചെയ്യും ഏത് ഈ ഒരു ലിക്വിഡ്. ദെൻ അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് അഗെയിൻ 4-1 എന്താണ് ബോയിലറിലെ പ്രോസസ്സാണ്. സോ ഇപ്പോൾ ഓൾ ദീസ് ഫോർ പ്രോസസ് ആർ ഐഡിയൽ. ദ സൈക്കിൾ ഈസ് ആൻ ഐഡിയൽ സൈക്കിൾ കോൾഡ് റാങ്കൈൻ സൈക്കിൾ. ഓക്കെ, സോ ദിസ് ഇസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. അപ്പോൾ ഇതാണ് 4 പ്രോസസ്സ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അനാലിസിസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഇറ്റ്സ് അസ്യൂംഡ് ടു ബി കാരിഡ് ഔട്ട് എ സ്റ്റഡി ഫ്ലോ ഓപ്പറേഷൻ. ദെൻ കൈനറ്റിക് എനർജി അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത് ഈ ഒരു സൈക്കിളിനെ. സോ അപ്പോൾ നമ്മൾ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സ്റ്റഡി ഫ്ലോ പ്രോസസ്സാണ് വരുന്നത്. സോ അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ബോയിലറിനകത്ത് വരുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സോ ബോയിലറിൽ വരുന്ന വാട്ടറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് H4 ആണ്. ദെൻ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ് ചേഞ്ച് ഉള്ള പ്രോസസ്സാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സാണ് 4-1 എന്ന് പറയുന്ന പ്രോസസ്സ്. സോ അപ്പോൾ അവിടുത്തെ H4 എന്ന് പറയുന്ന എൻതാൽപ്പിയുള്ള സ്റ്റീമിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് Q1 ഹീറ്റ് ആഡ് ചെയ്തിട്ട് എന്താണ് H1 എൻതാൽപ്പി ആയിട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അവിടുത്തെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് എന്താണ് H1 - H4 ആണ് വരുന്നത്. ദെൻ അടുത്തത് ഫോർ എ ടർബൈൻ ആസ് ദ കൺട്രോൾ വോളിയം ഗീവ്സ് H1 പ്ലസ്, അതായത് H1 ആണ് ഇത് സ്റ്റീമിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ എന്താ കൺവേർട്ട് എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഒക്കെ പറയുന്നത്. ഇവിടെ എന്താവാം വെറ്റ് സ്റ്റീം ആവാം, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ആവാം, അല്ലെങ്കിൽ സൂപ്പർ സാച്ചുറേറ്റഡ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ ഹീറ്റഡ് ആവാം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് പ്രോസസ്സിൽ നമ്മൾ ലാറ്റൻറ്റ് ഹീറ്റാണ് ആഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത പ്രോസസ്സിൽ എന്താണ് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അപ്പോൾ അവിടെ ഇൻപുട്ട് വരുന്നത് H1 എൻതാൽപ്പിയുള്ള എന്താണ് സ്റ്റീമാണ്. ദെൻ അതിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ H2 എൻതാൽപ്പിയുള്ള സ്റ്റീമാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. സോ അപ്പോൾ അടുത്ത വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും H1 - H2 ആയിരിക്കും. സോ ഇതെന്തായിരിക്കും കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി പ്രോസസ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് ആയിരിക്കും വരുന്നത്. 1 to 2 വരുന്നത്. ദെൻ അല്ലെങ്കിൽ ഇതാ ഇതിനകത്ത് 1 to 2 വരുന്നത് മോളിയർ ഡയഗ്രാം ആൻഡ് ടീസ്പൂൺ. അടുത്ത കേസ് വരുന്നത് എന്താ ഫോർ ദ കണ്ടൻസർ നമുക്ക് H2 എന്താൽപ്പിയുള്ള സ്റ്റീം ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കണ്ടൻസറിൽ ഇൻപുട്ട് വരുന്നത്. തന്നെ അവിടെ ഹീറ്റ് റിജക്ഷൻ നടക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത് H3 എന്താൽപ്പിയുള്ള എന്താണ് വാട്ടറാണ്, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ലിക്വിഡാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ Q2 വരുന്നത് എന്താണ് H2 - H3 ആണ്. then അടുത്തത് പമ്പിനകത്ത് എന്താണ് വർക്ക് ഇൻപുട്ടാണ് വരുന്നത്. സോ ഇപ്പോൾ H3 എന്താൽപ്പിയുള്ള എന്താ വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ എന്താൽപ്പി എന്താവും H4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇപ്പോൾ ഇവിടുത്തെ വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ് WP = H4 - H3 ആണ്. സോ ഇപ്പോൾ റാങ്കൈൻ സൈക്കിളിൻ്റെ എഫിഷ്യൻസി ഈറ്റ = Wnet/Q1. സോ Wnet എന്ന് പറയുന്നത് എന്താണ് ടർബൈൻ വർക്ക് മൈനസ് പമ്പ് വർക്കാണ് ഡിവൈഡ് ബൈ ഹീറ്റ് ആഡഡ്. സോ H1 - H2 - H4 - H3. സോ ഇത് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു H4 - H3നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. സോ H1 - H2 / H1 - H4 ആണ് എന്ത് വരുന്നത് എഫിഷ്യൻസി ഓഫ് റാങ്കൈൻ സൈക്കിൾ വരുന്നത്. സോ നമുക്ക് ഈ പമ്പിനകത്തുള്ള ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ദ പമ്പ് ഹാൻഡിൽ ലിക്വിഡ് വിത്ത് എ വാട്ടർ വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ. ഇറ്റ്സ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് വോളിയം അണ്ടർഗോ ലിറ്റിൽ ചേഞ്ച് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ പ്രഷർ. സോ ഇപ്പോൾ അതിൻ്റെ എന്താണ് സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് കംപ്രഷൻ പ്രോസസ്സാണ് നടക്കുന്നത് ഇവിടെ നമ്മുടെ പമ്പിനകത്ത്. സോ ഇപ്പോൾ അവിടെ എന്താണ് ഇൻറ്റേർണൽ സ്പെസിഫിക് വോളിയം അല്ലെങ്കിൽ ഡെൻസിറ്റിനകത്ത് സ്മോൾ ചേഞ്ച് ആണ് കുറയുന്നത്. അതുകൊണ്ട് എന്താ നമുക്ക് ഈ ഒരു TdS റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ TdS = DH - VdP. DS എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ് വരുന്നത്. സോ ഇപ്പോൾ ഹീറ്റ് എന്താണ് TdS എന്ന് പറയുമ്പോൾ എന്താണ് Q ആണ്. സോ ഇപ്പോൾ എന്താണ് അതിനകത്ത് 0 ആയി പോകും. ദെൻ DH = എന്തായി VdP ആവും. സോ
സോ ഇപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് V3 ഇൻറ്റു P1 മൈനസ് P2 ഇൻറ്റു 10⁵ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ വാല്യൂ ആയിരിക്കും. സോ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നെഗ്ലക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അഡീഷൻ ആണ്. സോ ഇപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം, ഇതിലെ ചാപ്റ്റർ വരുന്നത് വേപ്പർ പവർ സൈക്കിൾ ചാപ്റ്റർ 12 ആണ് വരുന്നത്. ഇത് മാത്രമല്ല വേറെ ടെക്സ്റ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കെ രാജ്പത്തിൻ്റെ തേർമൽ എഞ്ചിനീയറിംഗ് 9th എഡിഷനും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിലെ പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കാം. സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡിറ്റർമൈൻ ദ വർക്ക് റിക്വയർഡ് ടു കംപ്രസ് സ്റ്റീം ഐസെൻട്രോപിക്കലി ഫ്രം 1 bar to 10 bar assuming that the initial state the steam exists as saturated liquid, B saturated vapor, neglect changes in kinetic energy and potential energy. What conclusion do you derive from this example? So ഇപ്പോൾ ഇവിടെ എന്താണ്? ഐസെൻട്രോപ്പിക്. സോ ഇപ്പോൾ എന്താണ്? ഐസെൻട്രോപ്പിക് കംപ്രഷന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് വർക്കാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കാണേണ്ടത്. സോ ഇപ്പോൾ 1 bar to 10 bar പ്രഷറിലേക്ക് എന്ത് ചെയ്യാം? കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ്? വർക്ക് ഇൻപുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അസ്യൂമിങ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ദ സ്റ്റീം എക്സിസ്റ്റ് ആസ് എന്താണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണെന്ന് ഒരു കേസും, അടുത്തത് സാച്ചുറേറ്റഡ് വേപ്പർ ആണെന്നുള്ളതാണ് സെക്കൻഡ്, അതായത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. ദെൻ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളങ്ങനെ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മുടെ അസംഷനിൽ എന്താണ് പമ്പ് വർക്കും അതുപോലെ തന്നെ ബോയിലറിലെ ഹീറ്റ് അഡീഷനും എല്ലാം കാണുന്നത്. ദെൻ ടർബൈൻ വർക്കൊക്കെ. സോ പിന്നെ പറഞ്ഞിട്ടുള്ളത്, വാട്ട് കൺക്ലൂഷൻ ഡു യു ഡിറൈവ് ഫ്രം ദിസ് എക്സാമ്പിൾ? സോ അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ അപ്പോൾ ഇതിനകത്ത് എങ്ങനെ ചെയ്തിട്ടുള്ളത് നോക്കാം. സോ അപ്പോൾ നമുക്ക് എന്താണ്? ഇത് TS ഡയഗ്രാം ആണ്. സോ അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഐസെൻട്രോപിക്കലി കംപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇനീഷ്യൽ സ്റ്റേറ്റ് സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. സോ ഇതാണ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. സോ എന്ത് ചെയ്യുക? 1 bar പ്രഷറിൻ്റെ എന്താ പറയുക കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ എന്താണ് 10 bar പ്രഷറിൻ്റെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. സോ ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പ്രോസസ്സൊക്കെ പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുത്തെ വോളിയം കണ്ടുപിടിക്കുക, സ്പെസിഫിക് വോളിയം. സോ ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിൽ വരുന്ന വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? കറസ്പോണ്ടിങ് ടു ദ പ്രഷർ 1 bar. സോ ഒക്കെ 1 barന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്, VF1. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് വാല്യൂസും അതേപോലെ തന്നെ ഈ ഒരു സ്റ്റീം ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ള വാല്യൂസ് എന്താണ്? ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്തുള്ള വാല്യൂസ് നോക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക? പ്രഷർ ടേബിൾ എടുക്കുക, സാച്ചുറേറ്റഡ് വാട്ടറിൻ്റെ. അത് അതിനകത്ത് നമുക്ക് തന്നിട്ടുള്ളത് 1 bar ആണ്. സോ അത് 0.1 MP ആണ് വരിക. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക് വോളിയം വരുന്നത് VF 0.001043 ആണ് വരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു വാല്യൂ എടുക്കുക. സോ അപ്പോൾ നമുക്ക് VF1 വരുന്നത് 0.001043 ആണ്. ദെൻ ഇത്രയും എന്താണ്? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. ദെൻ അടുത്തത് നമുക്ക് W വരുന്നത് എന്തായിരിക്കും? PdV ഇൻ്റഗ്രൽ P1 to P2. ദെൻ PdV അല്ല, VdP ആണ് വരുന്നത്. സോ ഇപ്പോൾ VF1 ഇൻറ്റു P1 മൈനസ് P2. സോ അപ്പോൾ നമുക്ക് VF1 വരുന്നത് 0.001043 ഇൻറ്റു ഇനീഷ്യൽ പ്രഷർ വരുന്നത് 1 bar ആണ്. 1 minus 10 ദെൻ ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ. സോ ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് -9 ഇൻറ്റു 0.001043 ഇൻറ്റു 100. സോ അപ്പോൾ -0.9387. ഓക്കെ, -0.9387 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ത് യൂണിറ്റ് വരുന്നത്. സോ അടുത്ത ഐസെൻട്രോപിക് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ, സാച്ചുറേറ്റഡ് വേപ്പർ ആണ്. സോ ഇതാണ് നമ്മുടെ സാച്ചുറേറ്റഡ് വേപ്പർ ലൈൻ. ദെൻ ഐസെൻട്രോപിക് പ്രോസസ്സാണ്, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ലൈനാണ് വരുന്നത്. സോ ഇപ്പോൾ
1 bar to 10 bar ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ടി ഡി എസ് റിലേഷൻ എടുക്കാം. ടി ഡി എസ് ഇസ് ഈക്വൽ ടു ഡി എച്ച് മൈനസ് വി ഡി പി. സോ ഇതിനകത്ത് ഡി എസ് 0 ആണ്. സോ ഡി എച്ച് ഇസ് ഈക്വൽ ടു വി ഡി പി. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് വൺ മൈനസ് എച്ച് ടു ഇസ് ഈക്വൽ ടു വി പി ഇൻറ്റു പി വൺ മൈനസ് പി ടു എടുക്കാം. സോ അപ്പോൾ നമുക്ക് നമ്മുടെ 1 bar എന്ന് പറയുമ്പോൾ 0.1 MPa ആണ് വരുന്നത്. സോ അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എച്ച് ജി വാല്യൂ, അതായത് വേപ്പറിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് 2675.5 ആണ്. സോ പി ഈക്വൽ ടു 1 bar, H1 ഈക്വൽ ടു 2675.5 അത്രയും എന്താണ് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്. ദെൻ സ്പെസിഫിക് എൻതാൽപ്പിയുടെ വാല്യൂ ആണത്. ദെൻ ഐസെൻട്രോപിക് പ്രോസസ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് S1 G കൂടി കാണാം. ഇസ് ഈക്വൽ ടു 7.3593 ആണ് വരുന്നത്. അത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സോ ഇപ്പോൾ അടുത്തത് നമുക്ക് അതായത് 1 MPa ആണ് എന്ത് 10 bar എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിന് നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ്. സോ ഇപ്പോൾ 7.3593 ആണ് നമുക്ക് എന്ത് വരുന്നത് എൻട്രോപ്പി വരുന്നത്. സോ ഇപ്പോൾ അങ്ങനെ ഒരു വാല്യൂ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് എൻട്രോപ്പി വരുന്നത് 7.3010 ഉണ്ട്, അതുപോലെ തന്നെ 7.4650 ഉണ്ട്. അപ്പോൾ ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും 7.359 വരുന്നത്. സോ ഇതാണ് എൻതാൽപ്പിയുടെ വാല്യൂസ് വരുന്നത്. സ്പെസിഫിക് എൻതാൽപ്പി 7.3 ആണെങ്കിൽ 3157.7ഉം 7.46 ആണെങ്കിൽ 3263 ആണ് വരുന്നത്. സോ അപ്പോൾ ഇൻ്റർപോളേറ്റ് ചെയ്ത വാല്യൂ വരുന്നത് 3195.453 ആണ്. നമുക്ക് ആ ഒരു വാല്യൂ എഴുതാം. സ്പെസിഫിക് എൻതാൽപ്പി H2 ഈക്വൽ ടു 3195.3 ആണ് വരുന്നത്. ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ അപ്പോൾ നമുക്ക് W is equal to H1 മൈനസ് H2 ആണ് വേണ്ടത്. H1 മൈനസ് H2 നമുക്ക് H1 കിട്ടിയിട്ടുള്ളത് എത്രയായിരുന്നു? 2675.5 ആണ്, മൈനസ് 3195.453. സോ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയെന്ന് നോക്കാം നമുക്ക്. 2675.5 മൈനസ് 3195.453. സോ വാല്യൂ വരുന്നത് -519 ആണ്. -519.953 ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും വരുന്നത്. പിന്നെ അതിനകത്ത് ഒരു ക്വസ്റ്റനും കൂടി ഉണ്ടായിരുന്നു. വാട്ട് കൺക്ലൂഷൻ ഡു യു ഡിറൈവ് ഫ്രം ദിസ് എക്സാമ്പിൾ. സോ ഇപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ഇപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് വരുന്നത് 519 ആണ്, അതായത് 520 വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വർക്ക് വരുന്നത് 0.9, അതായത് ഇപ്പോൾ ഒരു 1 ഒക്കെ വരുന്നുള്ളൂ, -1. ഇവിടെ -520 വരുന്നുണ്ട്. സോ ഇപ്പോൾ കംപ്രസ് അതായത് സാച്ചുറേറ്റഡ് ലിക്വിഡിൽ നിന്ന് എന്താണ് കംപ്രസ് ചെയ്യുന്നതിനേക്കാളും സാച്ചുറേറ്റഡ് വേപ്പറിൽ നിന്ന് കംപ്രസ് ചെയ്യാൻ എന്താണ് 500 times മോർ വർക്ക് നീഡറാണ്. സോ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ വർക്ക് ഡൗട്ട് എക്സാമ്പിൾസ് ആണ്. സോ ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റീം അറ്റ് 20 bar 360 degree is expanded, 6 degrees Celsius is expanded in a steam turbine to 0.08 bar. It then enters a condenser where it condenses to a saturated liquid water. The pump feeds back the water into boiler. Assume ideal processes. Find per kilogram of steam the net work and cycle efficiency. If turbine and the pump have each 80% efficiency, find the percentage reduction in net work and cycle efficiency. സോ ഇപ്പോൾ എന്താണ്, ഒരു സ്റ്റീം 20 bar, ആ 20 bar പ്രഷറിലും 360 degree Celsius ടെമ്പറേച്ചറിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എക്സ്പാൻഷൻ കഴിയുമ്പോൾ എന്താണ് പ്രഷർ വരുന്നത് 0.08 bar ആണ്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കണ്ടൻസ് ചെയ്ത് അഗെയിൻ പമ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബോയിലറിലേക്ക് തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം ഈ പ്രോസസ്സൊക്കെ എന്ത് ചെയ്യാം, ഐഡിയൽ പ്രോസസ്സാണെന്ന് അസ്യൂം ചെയ്യുക. ദെൻ പെർ കിലോഗ്രാം സ്റ്റീമിന് വേണ്ടുന്ന നെറ്റ് വർക്കും സൈക്കിൾ എഫിഷ്യൻസി കാണാം. അതേപോലെ തന്നെ ഇഫ് ടർബൈൻ ആൻഡ് പമ്പ് ഹാവ് 80% എഫിഷ്യൻസി, ഇപ്പോൾ എന്താണ് ടർബൈനും പമ്പിനും 80% എഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടല്ലോ എത്ര വർക്കും നെറ്റ് സൈക്കിൾ എഫിഷ്യൻസി എന്തോരം വേണം. സോ ഇപ്പോൾ 80% എഫിഷ്യൻസിയാണ് പമ്പിനും അതേപോലെ തന്നെ ടർബൈനെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ നെറ്റ് വർക്ക് ആൻഡ് സൈക്കിൾ എഫിഷ്യൻസി. അപ്പോൾ
ഡബ്ല്യു നെറ്റിലും അതേപോലെ തന്നെ എഫിഷ്യൻസിയിലും വരുന്ന പെർസെൻറ്റേജ് റിഡക്ഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റൻ വരുന്നത്, സോ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സോ അപ്പോൾ നമുക്കിവിടെ പ്രഷർ വരുന്നത് ലോ പ്രഷർ 0.08 ബാറും ഹൈ പ്രഷർ വരുന്നത് 20 ബാറുമാണ്. സോ 20 ബാറിന് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുള്ളത് 360 ഡിഗ്രിയാണ്. സോ ഇപ്പോൾ 20 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തൽപി എൻട്രോപ്പി വാല്യൂസ് നമുക്ക് നോക്കാം. സോ അപ്പം ആണ് 20 ബാർ വരുന്നത്. സോ സ്പെസിഫിക് എന്തൽപി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്, ആ ഒരു ടേബിളാണ് എടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതിൽ 20 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് 212.4 ആണ് എന്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ടെമ്പറേച്ചർ 360 ഡിഗ്രിയാണ്. സോ അപ്പോൾ എന്ത് ചെയ്യാം, അഗൈൻ നമുക്ക് ഇൻ്റർപോളേറ്റ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ 350 ഡിഗ്രിക്കും 400 ഡിഗ്രി സെൽഷ്യസിനും കറസ്പോണ്ടിങ് എന്തൽപി വാല്യൂസ് തന്നിട്ടുണ്ട്. 3138.6ഉം 3248.7 ആണ് തന്നിട്ടുള്ളത്. കാണാണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്കെയിൽ യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ 20 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 350 ഡിഗ്രിയുടെയും 400 ഡിഗ്രിയുടെയും എന്താണ് സ്പെസിഫിക് എന്തൽപിയാണ് കാണുന്നത്. 3138.6ഉം 3248.7ഉം. സോ ഇപ്പോൾ ഇതിനെ ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. സോ ഇപ്പോൾ ഞാൻ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടുണ്ട്. 3137 ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള വാല്യൂസാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ 350ക്ക് കറസ്പോണ്ടിങ് 3137, ദെൻ 400നാണെങ്കിൽ 3247.6 ആണ് വരുന്നത്. സോ അപ്പോൾ അതിന് ഇൻ്റർപോളേറ്റ് ചെയ്തപ്പോൾ 3159.12 ആണ് കിട്ടിയിട്ടുള്ളത്. ദെൻ എന്താ എൻട്രോപ്പി അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അതിനകത്ത് എന്തുണ്ടായിരിക്കും, എൻട്രോപ്പിയുടെ ടേബിൾ ഉണ്ടായിരിക്കും. സ്പെസിഫിക് എന്തൽപി കഴിഞ്ഞാൽ സ്പെസിഫിക് എൻട്രോപ്പിയുടെ ടേബിൾ വരുന്നുണ്ട്. സോ അപ്പോൾ അതിലെന്ത് ചെയ്യാം, നമ്മൾ അഗൈൻ 20 ബാർ പ്രഷർ നോക്കാം. ഓക്കെ, 20 ബാറിന് അഗൈൻ 212.4 ആണ് എന്ത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ അഗൈൻ എന്ത് ചെയ്യുക, 350 അതേപോലെ തന്നെ 400 നോക്കുക. 6.9ഉം 7.13 ആണ് വരുന്നത്. ഓക്കെ, എന്ത് ചെയ്യുക, ഇവരുടെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് വരുന്നത്, 360ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രോപ്പി വാല്യൂ, സ്പെസിഫിക് എൻട്രോപ്പി വാല്യൂ വരുന്നത്. സോ അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ 6.95നും 7.127നും മൾട്ടിപ്ലൈറ്റ് ചെയ്തിട്ടുണ്ട്. 6.99036 ആണ്. ഇത് ടെക്സ്റ്റിലെ വാല്യൂസ് ആണ്. സോ ഇപ്പോൾ സ്റ്റീം ടേബിൾ വരുന്നത് കുർമിയുടെയാണ്, ആർസ് കുർമിയുടെ എൻ കുർമിയുടെ ഒരു സ്റ്റീം ടേബിളാണ് യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ വാല്യൂസിന് എന്താണ് അതിനെ, അതായത് ടെക്സ്റ്റിലെ വാല്യൂസും ഈ ഒരു ടേബിളിലെ വാല്യൂസും എന്താണ് ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇനി അടുത്തത് ലോവർ പ്രഷർ 0.08 ആണ് തന്നിട്ടുള്ളത്. 0.08 ബാറാണ് തന്നിട്ടുള്ളത്. സോ അപ്പോൾ അതിൽ നമുക്ക് കണ്ട എന്തൊക്കെയാണ്, വോളിയം, സ്പെസിഫിക് വോളിയം, ദെൻ അടുത്തത് സ്പെസിഫിക് എൻട്രോപ്പി, സ്പെസിഫിക് എന്തൽപി. സോ ഇപ്പോൾ HF വരുന്നത് 173.9 ആണ്. സോ ഫ്ലൂയിഡിൻ്റെ എന്തൽപി. ദെൻ SF വരുന്നത് 0.593 ആണ്. ദെൻ ഇത് HFG വരുന്നത് 2403.2 ആണ്. SFG വരുന്നത് 7.637 ആണ്. സോ നമ്മൾ ഈ ഒരു HFG വാല്യൂ എടുത്തിട്ടുണ്ട്. അതേപോലെ SF വാല്യൂം SFG എടുത്തിട്ടുണ്ട്. ദെൻ SGയും HG നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് എൻട്രോപ്പിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് X കണ്ടുപിടിക്കണം. അപ്പോൾ X വരുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഒന്നെങ്കിൽ സോ നമുക്ക് എന്താ S1 അറിയാം. ഓക്കെ, 6.99 സംതിങ് ആണ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. സോ ഇപ്പോൾ S2 is equal to SF plus X into SFG. സോ ഇപ്പോൾ X is equal to S2 minus SF by SFG is equal to നമുക്ക് എത്രയാണ്, S2ൻ്റെ വാല്യൂ വരുന്നത് 6.99 എടുക്കണുള്ളൂ ഞാൻ. ദെൻ അടുത്തത് ഈ SF എന്ന് പറയുമ്പോൾ 0.593 ആണ്, ഡിവൈഡ് ബൈ SFG എന്ന് പറയുമ്പോൾ 7.637 ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 0.8376 ആണ്. സോ അപ്പോൾ നമ്മൾ X കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, H2 കാണുക. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് HF പ്ലസ് X ഇൻറ്റു HFG ആണ്. നമുക്ക് HF അറിയാം,
3.9 ആണ്. ദെൻ എക്സ് അറിയാം 0.83776 ആണ് വരുന്നത്. ദെൻ HFG വരുന്നത് 2403.2 ആണ്. സോ അപ്പോൾ എത്ര വരും? 2186 എന്ന് കിട്ടും. H2ൻ്റെ വാല്യൂ 2186.82 ആണ് വരുന്നത്. സോ ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ ഇനി നമുക്ക് കാണേണ്ടത് നെറ്റ് വർക്കാണ്. സോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്താണ് VF2 കൂടി ആവശ്യമുണ്ട്. = നമുക്ക് എത്ര വരുന്നത് നോക്കാം. 0.08 കറസ്പോണ്ടിങ് ആയിട്ടുള്ള VF വാല്യൂ വരുന്നത് 0.001008 ആണ്. ദെൻ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് WB = V × P1 - P2 എടുക്കാം. സോ അപ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ 0.001008 × 20 - 0.08 × 100 ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് 2.008 എന്ന് എടുക്കാം. ഇതാണ് എന്ത് വർക്ക് വരുന്നത്, ദാറ്റ് ഈസ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ അടുത്തത് വേണ്ടത് ടർബൈൻ വർക്കാണ്. സോ WT = H1 - H2 ആയിരിക്കും. സോ ഇപ്പോൾ H1ൻ്റെ വാല്യൂ വരുന്നത് നമുക്ക് എത്രയായിരുന്നു കിട്ടിയത്? ഇൻ്റർപോളേറ്റ് ചെയ്ത വാല്യൂ 3159.12 മൈനസ് H2 വാല്യൂ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 2186.82 ആണ്. സോ അപ്പോൾ അവരുടെ ഡിഫറൻസ് വരുമ്പോൾ 3159.12 മൈനസ് 2186.82 972.3 ആണ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം. നമുക്ക് W നെറ്റ് എന്ന് പറയുമ്പോൾ WT - WP ടർബൈൻ വർക്ക് മൈനസ് പമ്പ് നമുക്ക് എത്ര വരും? നമുക്ക് 9C - 2.008 970.292 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് വരുന്നത്. ഇനി വേണ്ടത് എന്താണ്? എഫിഷ്യൻസി കാണണം. സോ ഇപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ η = അതിനകത്ത് വരുമ്പോൾ ടർബൈൻ വർക്ക് ഡിവൈഡ് ബൈ Qin ആണ് വേണ്ടത്. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എന്താണ് പമ്പ് വർക്ക് ഉണ്ട്. അതിനകത്ത് H4s - H3 = 2.008 എന്ന വാല്യൂ ഉണ്ട്. സോ ഇപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് H3 അറിയാം. സോ H4s = 2.008 പ്ലസ് H3യുടെ വാല്യൂ 173.9 ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് 2.008 പ്ലസ് 173.9 = 175.908 ആണ് വരുന്നത്. സോ ഇത്രയും കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി കാണേണ്ടത് Q1 ആണ്. ദെൻ ഈ Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും? H1 - H4s ആയിരിക്കും വരുന്നത്. നമ്മുടെ H1 എന്ന് പറയുന്നത് 3159.12 ആണ്. മൈനസ് H4s എന്ന് പറയുന്നത് ഇപ്പോൾ 175.908 എന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര വാല്യൂ നോക്കാം. 159.12 മൈനസ് 175.908 ഇപ്പോൾ 2983.212 എന്ന് കിട്ടും കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി വേണ്ടത് എന്താണ്? നമുക്ക് W നെറ്റ്. സോ ടർബൈൻ വർക്ക് ബൈ Qin ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പം എന്താണ് ആ ഒരു കേസ് എന്താ പമ്പ് വർക്ക് നെഗ്ലക്റ്റ് ചെയ്യുന്നതിലാണ്. ദെൻ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ W നെറ്റ് കണ്ടിട്ടുണ്ട്. സോ η = W നെറ്റ് ഡിവൈഡ് ബൈ Qin കൊടുക്കാം. നമുക്ക് W നെറ്റ് വരുന്നത് 970.292 ഡിവൈഡഡ് ബൈ Qin വരുന്നത് 293.212 ആണ്. ഇത്ര വാല്യൂ നോക്കാം. 970.292 ഡിവൈഡ് ബൈ ഒരു 0.3252 ആണ് വരുന്നത്. 32.52% വരും. ഓക്കെ, നമുക്ക് ഇതാണെന്ത് നെറ്റ്വർക്ക് 970.292 കിലോ ജൂൾ പെർ കിലോഗ്രാം. എഫിഷ്യൻസി ഈറ്റ വരുന്നത് 32.52% ആണ്. സോ നമുക്ക് ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇഫ് ദി ടർബൈൻ വർക്ക് ആൻഡ്
സോ ടർബൈൻ ആൻഡ് പമ്പ് ഹാസ് 80% എഫിഷ്യൻസി. സോ ഇപ്പോൾ ടർബൈൻ അതായത് പമ്പ് എഫിഷ്യൻസി 80% ഉണ്ട്, ദെൻ ടർബൈൻ എഫിഷ്യൻസി എന്താണ് 80% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ കാണേണ്ടത്? ഫൈൻ ദ പെർസെൻറ്റേജ് റിഡക്ഷൻ ഇൻ നെറ്റ് വർക്ക് ആൻഡ് സൈക്കിൾ എഫിഷ്യൻസി. അപ്പോൾ സൈക്കിൾ എഫിഷ്യൻസിയിലും അതേപോലെ തന്നെ ടർബൈൻ വർക്കിലും വരുന്ന പെർസെൻറ്റേജ് റിഡക്ഷനാണ് കാണേണ്ടത്. സോ നമ്മുടെ പമ്പ് വർക്ക് കാണുമ്പോൾ WB is equal to 2. പമ്പ് വർക്ക് വരുന്നത് എത്രയാണ്? 2.008 ആണ്, ഡിവൈഡ് ബൈ 0.8 ചെയ്യാം. സോ അപ്പോൾ പമ്പിൻ്റെ എഫിഷ്യൻസിയിലെ വർക്ക് വരുന്നത് ഡിവൈഡ് ബൈ 0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2.51 എന്ന് കിട്ടും, കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ അടുത്തത് WT, ദാറ്റ് ഈസ് 0.8 ഇൻറ്റു ടർബൈൻ വർക്ക് വരുന്നത് 972 ആണ്, 972.3 ആണ്. സോ 972.3 ഇൻറ്റു 0.877 7.84 വരും, കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇതാണ് നമ്മുടെ ടർബൈൻ വർക്കും പമ്പ് വർക്കും വരുന്നത്. സോ ഇപ്പോൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് വരുന്ന നെറ്റ് ഔട്ട്പുട്ട് നോക്കുക. ടർബൈൻ വർക്ക് മൈനസ് പമ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 7.84 മൈനസ് 2.51 ചെയ്ത് കഴിഞ്ഞാൽ 775.33 എന്ന് കിട്ടും, 3 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി എന്ത് ചെയ്യണം? നമുക്ക് പെർസെൻറ്റേജ് റിഡക്ഷൻ കാണണം വർക്ക് ഔട്ട്പുട്ടിലുള്ള. സോ പെർസെൻറ്റേജ് റിഡക്ഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന W നെറ്റ് മൈനസ് W നെറ്റ്, ഇപ്പോൾ നമുക്ക് ഇതിനെ 1 എന്ന് 2 എന്ന് എടുക്കാം, ഡിവൈഡ് ബൈ W നെറ്റ് 1. ഓക്കെ. സോ ഇപ്പോൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 972 ആണ് തോന്നുന്നുണ്ട്. 0.292 ഡിവൈഡ് ബൈ 970.292. ഇവിടെ എന്തെങ്കിലും മൈനസ് എത്ര വേണം? 775.33. എത്ര വരും നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് 775.33 ഡിവൈഡ് ബൈ 970.292 ചെയ്യാം. അപ്പോൾ വരുന്നത് 0.2009, ഒരു 20.1% റിഡക്ഷനാണ് വരുന്നത്. റിഡക്ഷൻ. ഇനി നമുക്ക് എന്താണ്? എഫിഷ്യൻസി കാണണം. അപ്പോൾ നമുക്കെന്താ? Q1 കാണണം. സോ ഇപ്പോൾ Q1ലെ 4HS ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എത്ര വരിക? 173.88 പ്ലസ് 251 ആണ്, 2.51. എത്ര വരും നോക്കാം. 173.88 പ്ലസ് 2.51 വരുമ്പോൾ നമുക്ക് 176.39 എന്ത് വരുന്നത്? കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ അടുത്തത് ഇനി നമുക്ക് എന്ത് കാണണം? Q1 കാണണം. സോ Q1 ഈസ് ഈക്വൽ ടു Q1ൻ്റെ വാല്യൂ കാണണമെങ്കിൽ എത്രയാണ്? 31 H1 മൈനസ് H4S ആണ്. സോ അപ്പോൾ അതിൽ H1 എന്ന് പറയുമ്പോൾ 3159.12 മൈനസ് 176.39. സോ അപ്പോൾ എത്രയും നോക്കാം. 159.12 മൈനസ് ആൻസർ 2982.73 ആണ് വരുന്നത്, 3 കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ നമുക്കിനി എഫിഷ്യൻസി കാണണം. ഈറ്റ സൈക്കിൾ ഇസ് ഈക്വൽ ടു നമുക്കിപ്പോൾ വന്നിട്ടുള്ള വർക്ക് എത്രയാണ് വരിക? W നെറ്റ് എന്ന് പറയുന്നത് 775.33 ആണ്, ഡിവൈഡഡ് ബൈ Q1 എന്ന് പറയുന്നത് 2982.73 ആണ് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ 775.33 ഡിവൈഡഡ് ബൈ ആൻസർ 0.259939 എന്ന് വരും. സോ ഇപ്പോൾ 25.99% ആണ് വരുന്നത് എഫിഷ്യൻസി. സോ ഇപ്പോൾ എഫിഷ്യൻസി എത്രയാണ്? ഡിക്രീസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യണം? റിഡക്ഷൻ ഇൻ എഫിഷ്യൻസി കാണണം. സോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 32.52 ആണ് എഫിഷ്യൻസി ഉണ്ടായിരുന്നത്. സോ മൈനസ് 25.99 ഡിവൈഡഡ് ബൈ 32.52. സോ അപ്പോൾ നമുക്ക് എഫിഷ്യൻസിയിലുള്ള റിഡക്ഷൻ കാണണം. സോ
1 മൈനസ് എന്ത് ചെയ്യാം 25.99 ഡിവൈഡ് ബൈ 32.52. അപ്പോൾ എത്ര വരും 1 മൈനസ് 25.99 ഡിവൈഡ് ബൈ 32.52 0.2007999 ആണ് വരുന്നത്. അഗെയിൻ ഒരു 20.08% ആണ് വരുന്നത് എഫിഷ്യൻസി റിഡക്ഷൻ. സോ അപ്പോൾ നമുക്കിവിടെ പ്രഷർ വരുന്നത് ലോ പ്രഷർ 0.08 ബാറും അപ്പോൾ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇപ്പോൾ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് ചാപ്റ്റർ 15 ആണ്. ചാപ്റ്ററിൻ്റെ പേര് ബേസിക് സ്റ്റീം പവർ സൈക്കിൾസ് എന്നാണ്. സോ അപ്പോൾ ഇതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ദ ഫോളോയിങ് ഡാറ്റ റെഫേഴ്സ് ടു എ സിമ്പിൾ സ്റ്റീം പവർ പ്ലാന്റ്. അപ്പോൾ ഒരു പവർ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡാറ്റ തന്നിട്ടുണ്ട് നമുക്കപ്പോൾ അതിനകത്ത് ഇൻലെറ്റ് ടു ടർബൈനിലെ പ്രഷർ, ഇൻലെറ്റ് പ്രഷർ വരുന്നത് 60 ബാർ പ്രഷറും 380 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുമാണ്. ദെൻ എക്സിറ്റ് ഫ്രം ദ ടർബൈൻ ഓർ ഇൻലെറ്റ് ടു ദ കണ്ടൻസർ. സോ അപ്പോൾ ടർബൈനിലെ എക്സിറ്റ് പ്രഷർ വരുന്നത് 10 കിലോ പാസ്കലും 0.9 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുമാണ്. ദെൻ എക്സിറ്റ് ഫ്രം ദ കണ്ടൻസർ, കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ വരുന്നത് 9 കിലോ പാസ്കൽ പ്രഷറും ദെൻ ടെമ്പറേച്ചർ സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ എക്സിറ്റ് ഫ്രം ദി പമ്പ് ആൻഡ് ഇൻലെറ്റ് ടു ദ ബോയിലർ, ബോയിലറിൻ്റെ ഇൻലെറ്റിലേക്ക് എന്ന് പറയുമ്പോൾ 7 MPa ആണ് വരുന്നത്, അല്ലെങ്കിൽ 70 ബാർ പ്രഷറാണ്. ദെൻ എക്സിറ്റ് ഫ്രം ബോയിലർ എന്ന് പറയുമ്പോൾ 6.5 MPa അല്ലെങ്കിൽ 65 ബാർ പ്രഷറും 400 ഡിഗ്രി സെൽഷ്യസുമാണ് തന്നിട്ടുള്ളത്. ഇനി കാൽക്കുലേറ്റ് ദി പവർ ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ, ടർബൈൻ്റെ പവർ ഔട്ട്പുട്ട്, അതുപോലെ തന്നെ എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ അവർ ഇൻ ബോയിലർ ആൻഡ് കണ്ടൻസർ സെപ്പറേറ്റ്ലി, മാസ് ഓഫ് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റഡ് പെർ അവർ ഇൻ condenser. Choose the inlet temperature of cooling water is 20 degrees Celsius and exit 30 degrees Celsius from the condenser. So ഇപ്പോൾ അതുപോലെ തന്നെ ഹീറ്റ് ട്രാൻസ്ഫർ പെർ അവർ ഇൻ ബോയിലർ ആൻഡ് കണ്ടൻസർ. സോ അപ്പോൾ ബോയിലറിലും കണ്ടൻസറിലും വരുന്ന പെർ അവറിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കാണണം. അതേപോലെ തന്നെ എന്താണ് മാസ് ഓഫ് കൂളിംഗ് വാട്ടർ പെർ അവറിൽ സർക്കുലേറ്റ് ചെയ്യുന്ന മാസ് ഓഫ് കൂളിംഗ് വാട്ടർ കാണണം. സോ ഇപ്പോൾ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി കൂളിംഗ് വാട്ടർ 20 ഡിഗ്രി സെൽഷ്യസും ഔട്ട്ലെറ്റ് ടെമ്പറേച്ചർ ഓഫ് അല്ലെങ്കിൽ എക്സിറ്റ് ടെമ്പറേച്ചർ ഓഫ് ദി കൂളിംഗ് വാട്ടർ 30 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ പറഞ്ഞിട്ടുള്ള ഡയമീറ്റർ ഓഫ് പൈപ്പ് കണക്റ്റിംഗ് ടർബൈൻ വിത്ത് കണ്ടൻസർ. സോ ഇപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് അറിയില്ല. സോ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമോ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ വരക്കാം. സോ അപ്പോൾ ബോയിലർ, ദെൻ അടുത്ത് വരുന്നത് എന്താണ് ടർബൈൻ, ദെൻ കണ്ടൻസർ, പിന്നെ വരുന്നത് പമ്പ്. സോ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻലെറ്റ് ടു ദ ടർബൈൻ 6 MPa ദാറ്റ് 60 ബാർ ആൻഡ് 380 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ടർബൈൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്നത് 60 ബാർ പ്രഷറും 380 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ആണ്. then അടുത്തത് എക്സിറ്റ് ഫ്രം ടർബൈൻ ടു ഓർ ഇൻലെറ്റ് ടു കണ്ടൻസർ. അപ്പോൾ കണ്ടൻസറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ടർബൈൻ്റെ എക്സിറ്റിൽ വരുന്നത് 10 കിലോ പാസ്കലാണ്, അതായത് 0.1 ബാർ പ്രഷറും അതേപോലെ തന്നെ 0.9 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ആയിരിക്കും. 0.9 ഡിഗ്രി സെൽഷ്യസ് നല്ല ക്വാളിറ്റിയാണ്. X2 അല്ലെങ്കിൽ ഡ്രൈനസ് ഫ്രാക്ഷനാണ് തന്നിട്ടുള്ളത് 0.9. ദെൻ പിന്നെ തന്നിട്ടുള്ളത് എക്സിറ്റ് ഫ്രം കണ്ടൻസർ ഓർ ഇൻലെറ്റ് ടു പമ്പ്. സോ ഇപ്പോൾ പമ്പിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്നത് 9 കിലോ പാസ്കലാണ്. ദെൻ സാച്ചുറേറ്റഡ് ലിക്വിഡാണ് 9 കിലോ പാസ്കൽ അല്ലെങ്കിൽ 0.09 ബാർ പ്രഷറാണ് വരുന്നത്. ദെൻ ഇവിടെ 0.1 ബാർ പ്രഷറാണ്. ഇത്ര ബാർ പ്രഷറും ദെൻ ടെമ്പറേച്ചർ തന്നിട്ട് സാച്ചുറേറ്റഡ് ലിക്വിഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എൽ സാച്ചുറേറ്റഡ് എന്ന് കൊടുക്കാം. ദെൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എക്സിറ്റ് ഫ്രം ദ പമ്പ് ആൻഡ് ഇൻലെറ്റ് ടു ദ ബോയിലർ. സോ അപ്പോൾ ബോയിലറിലെ ഇൻലെറ്റിലേക്ക് വരുന്നത് 7 MPa 70 ബാർ പ്രഷറാണ് വരുന്നത്. ഓക്കെ, ബോയിലറിൻ്റെ ഇൻലെറ്റിലേക്ക് 70 ബാർ പ്രഷറാണ് വരുന്നത്. ദെൻ ടെമ്പറേച്ചർ ജസ്റ്റ് എന്താണ് ടെമ്പറേച്ചർ തന്നിട്ടില്ല. ദെൻ അടുത്തത് എക്സിറ്റ് ഫ്രം ബോയിലർ 65 ബാർ പ്രഷറാണ് വരുന്നത്. ബോയിലറിൻ്റെ എക്സിറ്റിൽ വരുന്നത് 65 ബാർ പ്രഷറും ടെമ്പറേച്ചർ വരുന്നത് 400 ഡിഗ്രി സെൽഷ്യസുമാണ്.
ദെൻ ഫ്ലോ തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് സ്റ്റീം ഫ്ലോ തന്നിട്ടുള്ളത് m.f നമുക്ക് എടുക്കാം 1000 അല്ല 10,000 കിലോഗ്രാം പെർ ഹവർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ m.f എന്താണ് പെർ ഹവറിലാണ് തന്നിട്ടുള്ളത് 10,000 കിലോഗ്രാം പെർ ഹവർ ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പവർ ഔട്ട്പുട്ട് ഓഫ് ടർബൈൻ ആണ്. സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടർബൈൻ്റെ കേസ് നോക്കാം. അപ്പോൾ ടർബൈനിലേക്ക് ഇൻലെറ്റ് വരുന്നത് എത്രയാണ് 60 ബാർ പ്രഷറും 380 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ആണ്. സോ അപ്പോൾ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഇ.കെ. രാജ്പുതിൻ്റെ ബുക്കിൽ നിന്നാണ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ട് ഓഫ് ദ ടർബൈൻ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ടർബൈൻ എടുക്കുക. ടർബൈൻ്റെ ഇൻലെറ്റിൽ വരുന്നത് 60 ബാറും 380 ഡിഗ്രി സെൽഷ്യസും ആണ്. പക്ഷേ നമുക്ക് 60 ബാർ, അപ്പോൾ ഇതെന്താണ്, ഇത് സൂപ്പർ ഹീറ്റഡ് ആയിരിക്കും, ബോയിലറിൻ്റെ ഔട്ടിൽ നിന്ന് വരുന്നതാണ്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സൂപ്പർ ഹീറ്റഡിൻ്റെ ടേബിൾ എടുക്കുക. ഓക്കെ, അതിൽ വരുമ്പോൾ 60 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ട് ടെമ്പറേച്ചർ നോക്കാം. എൻട്രോപ്പി വാല്യൂ ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റർപോളേറ്റ് ചെയ്തെടുക്കാം. സ്പെസിഫിക് എൻതാൽപ്പിയാണ് വേണ്ടത്. സോ അപ്പോൾ അതിൽ പ്രഷർ വരുന്നത് 60 ബാർ ആണ്. ഓക്കെ, അപ്പോൾ 60 ബാറിന് വരുമ്പോൾ എന്തായിരിക്കും, അപ്പോൾ 60 ബാറിന് സ്പെസിഫിക് എൻതാൽപ്പി വരുമ്പോൾ നമുക്കെന്താ 275.6 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ 350 ഉണ്ട്. അപ്പോൾ 350ക്ക് കറസ്പോണ്ടിങ് 3045.8ഉം 400ന് കറസ്പോണ്ടിങ് എൻതാൽപ്പി വരുന്നത്, സ്പെസിഫിക് എൻതാൽപ്പിയുടെ വാല്യൂ വരുന്നത് 3180.1 ആണ്. അതിൻ്റെ ഇൻ്റർപോളേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 380യുടെ വാല്യൂ കിട്ടും. സോ അപ്പോൾ 380ക്ക് വരുന്നത് 3126.38 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. തന്നെ അടുത്തത് 0.1 ബാറിന് 0.1 ബാർ എന്ന് പറയുമ്പോൾ അതെന്താണ്, ഔട്ട്ലെറ്റിൽ ഇതാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സാച്ചുറേറ്റഡിൻ്റെ എടുക്കാം. ഇപ്പോൾ പ്രഷർ ടേബിൾ എടുക്കുക. അപ്പോൾ 0.1 ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 0.1ന് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുമ്പോൾ 191.8. സോ ഇപ്പോൾ നമുക്ക് അവിടെ ക്വാളിറ്റി തന്നിട്ടുണ്ട്. സോ നമുക്ക് സ്പെസിഫിക് എൻതാൽപ്പി HFG ആണ് വേണ്ടത്. അപ്പോൾ 191.8ഉം 2392.9ഉം. അപ്പോൾ നമുക്ക് H2 കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ വരുമ്പോൾ H2 വരുമ്പോൾ HF പ്ലസ് X ഇൻറ്റു HFG ആണ് വരിക. സോ അപ്പോൾ അതിൽ HFൻ്റെ വാല്യൂ 191.8 പ്ലസ് 0.9 X ഇൻറ്റു 2392.9. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് 2344.87 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഇനി കണ്ടത് നമുക്ക് പവർ ഔട്ട്പുട്ടാണ്. പവർ ഔട്ട്പുട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഇവിടെ m.ഡോട്ട് തന്നിട്ടുണ്ട്. m.ഡോട്ട് ഇൻറ്റു W ചെയ്യുക. സോ നമുക്ക് 10,000 എന്ത് ചെയ്യണം, ഇത് പെർ അവറാണ് തന്നിട്ടുള്ളത്. സോ പെർ സെക്കൻഡിലാക്കാൻ 3600 ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 3126.38 മൈനസ് 2344.87. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2170.86 കിലോ വാട്ട് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ പെർ അവർ ഇൻ ബോയിലർ ആൻഡ് കണ്ടൻസർ സെപ്പറേറ്റ്ലി. ഓക്കെ, അപ്പോൾ ബോയിലറിലും കണ്ടൻസറിലേക്കും വരുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ അതിൽ 70 ബാറാണ് എന്ത് തന്നിട്ടുള്ളത്, നമ്മുടെ ബോയിലറിൻ്റെ ഇൻലെറ്റിലേക്ക് വരുന്ന പ്രഷർ തന്നിട്ടുള്ളൂ. പ്രഷർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് എൻതാൽപ്പി വാല്യൂ നമ്മൾ എന്താണ്, H is equal to 1267.4 കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി എന്താണ്, 65 ബാറിന് 400 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി കണ്ടുപിടിക്കാം. ദെൻ ഇനി വേണ്ടത് എന്താ, ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. സോ അപ്പോൾ നമുക്ക് കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് എന്ത് ഈ ഒരു എൻതാൽപ്പി, അത് സ്പെസിഫിക് എൻതാൽപ്പിയാണ് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് m.ഡോട്ട് തന്നിട്ടുണ്ട് പെർ അവറിൽ. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോ ജൂൾ പെർ അവർ കിട്ടും. സോ അപ്പോൾ 10,000 ഇൻറ്റു 3170.8 മൈനസ് 1267.4 ചെയ്യാം. വാല്യൂ വരുന്നത് 3170.8 മൈനസ്
1267.4 into 10,000. അപ്പോൾ 19.034 into 10 to the power 6 കിലോ ജൂൾ പെർ ഹവർ എന്ന് വരും. ഓക്കെ, അടുത്ത കാണേണ്ടത് എന്താണ്? ഹീറ്റ് ട്രാൻസ്ഫർ പെർ അവർ ഇൻ ബോയിലർ ആൻഡ് കണ്ടൻസർ സെപ്പറേറ്റ്ലി. അപ്പോൾ കണ്ടൻസറിലേക്കുള്ളത് വേണം. സോ അപ്പോൾ കണ്ടൻസറിലേക്ക് ആകുമ്പോൾ 0.1 ബാറും അതിലെ ക്വാളിറ്റി വരുന്നത് X2, അതായത് ഔട്ടിലെ ക്വാളിറ്റി ഒരു 0.9 ആണ്. ദെൻ ഈ പമ്പിലേക്കുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിലെ പ്രഷർ വരുന്നത് 0.09 ബാർ പ്രഷറാണ്. ദെൻ ലിക്വിഡ് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.1 ബാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പി വാല്യൂ നോക്കാം. സോ 0.1 191.8 ആണ് വരുന്നത്. എച്ചിൻ്റെ വാല്യൂ കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഔട്ടിലാവുമ്പോൾ ഇതിൽ ഔട്ട്ലെറ്റിലല്ല, ഈ ഒരു 0.9 വരുന്നത് ഇൻലെറ്റിലാണ്. സോ ഈ 0.9 ഇവിടെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് H = 191.8 പ്ലസ് 0.9 ഇൻറ്റു 2392.9. അതിൻ്റെ വാല്യൂ വരുന്നത് 2345.41 ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ അടുത്തത് ഔട്ട്പുട്ടിൽ വേണ്ടത് 0.09 ബാറിന് വേണ്ടത്. സോ എത്രയാണ്? 183 ആണ്. സോ 183.3 ആണ് വരുന്നത്. നമുക്ക് അഗെയിൻ എന്താ കാണേണ്ടത്? ക്യൂ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് കാണേണ്ടത്. സോ എം ഡോട്ട് ഇൻറ്റു എന്താണ് എൻതാൽപ്പി എച്ച് എന്ത് ചെയ്യുക? H in മൈനസ് H ഔട്ട് നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര വരും? 10,000 ഇൻറ്റു 2345.41 മൈനസ് 183.3 ആണ് വരുന്നത്. സോ അപ്പോൾ ഇവിടുത്തെ വാല്യൂ 2345.41 മൈനസ് 183.3 ഇൻറ്റു 10,000. വാല്യൂ വരുന്നത് 21.62 ഇൻറ്റു 10 to the power 6 കിലോ ജൂൾ പെർ ഹവർ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത കണ്ട മാസ് ഓഫ് കൂളിംഗ് വാട്ടർ സർക്കുലേറ്റഡ് പെർ അവർ ഇൻ കണ്ടൻസർ. ചൂസ് ദ ഇൻലെറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ കൂളിംഗ് വാട്ടർ 20 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി എക്സിറ്റ്. ഓക്കെ, അപ്പോൾ കണ്ടൻസറിലേക്കുള്ള ഇൻലെറ്റ് 20 ഡിഗ്രി സെൽഷ്യസും എക്സിറ്റ് വരുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുമാണ്. അപ്പോൾ അവിടെ കാണേണ്ടത് എന്താണ്? മാസ് ഓഫ് ദ കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് പെർ അവർ ആണ് കാണേണ്ടത്. സോ ഇപ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ഇതിനകത്തേക്ക് വരുന്ന ഹീറ്റ് എന്തായിരിക്കും? ദെൻ സോ അപ്പോൾ ഇവിടെ എന്താണ്? ഹോട്ട് വാട്ടർ ഉണ്ട്, കോൾഡ് വാട്ടർ ഉണ്ട്. സോ ഇപ്പോൾ എന്തായിരിക്കും? ഈ ഒരു ഹീറ്റ് ലോസ് ഓഫ് ദി ഹോട്ട് വാട്ടർ ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ഓഫ് ദി കോൾഡ് വാട്ടർ ആയിരിക്കും. സോ ഹീറ്റ് ലോസ്റ്റ് ബൈ സ്റ്റീം ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ദി കൂളിംഗ് വാട്ടർ. സോ അപ്പോൾ നമുക്ക് ഹീറ്റ് ലോസ് വരുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു, 21.6 ഇൻറ്റു 10 to the power 6 ആണ്. ദെൻ ഹീറ്റ് ഗെയിൻ വരുന്നത് MCP ΔT. സോ MW ആണ് നമുക്ക് കാണേണ്ടത്. ദെൻ CP നമുക്കൊരു 4.28 എടുക്കാം. ദെൻ ഇൻലെറ്റും ഔട്ട്ലെറ്റും ടെമ്പറേച്ചേഴ്സ് 30 and 20 ഡിഗ്രി സെൽഷ്യസ് ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് MW ഈസ് ഈക്വൽ ടു 21.6 ഇൻറ്റു 10 to the power 6 ഡിവൈഡഡ് ബൈ 4.2 ഇൻറ്റു 10 ഡിഗ്രി സെൽഷ്യസ് എടുക്കാം. സോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് 42 ചെയ്താൽ മതി. നമുക്ക് ഒരു 514.788 വരും. കിലോഗ്രാം പെർ ഹവർ ആണ് വരുന്നത്. അടുത്ത കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡയാമീറ്റർ ഓഫ് ദി പൈപ്പാണ്. ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് കണക്റ്റിംഗ് ടർബൈൻ വിത്ത് കണ്ടൻസർ. അപ്പോൾ ടർബൈനും എന്താണ് കണ്ടൻസറും തമ്മിൽ കണക്ട് ചെയ്യുന്ന പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ് കാണേണ്ടത്. സോ അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ വെലോസിറ്റി എന്നതിൻ്റെ സ്റ്റീമിൻ്റെ വെലോസിറ്റി V = 200 m/s ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ വരുന്നത് π/4d² എന്ന് എടുക്കാം നമുക്ക് = ഏരിയ. സോ ദ ഡിസ്ചാർജ് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? AV എന്ന് എടുക്കാം. ദെൻ
സോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇൻലെറ്റിലേക്കുള്ള ഡിസ്ചാർജ് പറയുമ്പോൾ എത്രയാണ്? അതിനെ നമുക്ക് എം ഇൻറ്റു വി സ്പെസിഫിക് വോളിയം ഇൻറ്റു എക്സ് ആയിട്ട് എടുക്കാം. സോ എന്ത് ചെയ്യുക, അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ അപ്പോൾ വിയുടെ വാല്യൂ വരുന്നത്, ഈ സ്പെസിഫിക് വോളിയം വരുന്നത് 14.67.5 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ആണ്. 0.1 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോളിയമാണിത്. എന്ത് ചെയ്യുക, ഈ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് π/4 d² ഇൻറ്റു 200 ഈസ് ഈക്വൽ ടു 14.675 ഇൻറ്റു 0.9x വാല്യൂ. ഇതിൻ എം ഡോട്ട് പറയുമ്പോൾ 10,000 പെർ സെക്കൻഡ് ആക്കാം. സോ ഇപ്പം ഇതിൽ d² ഈസ് ഈക്വൽ ടു 4/π ഇൻറ്റു 14.675 ഡിവൈഡ് ബൈ 200 ഇൻറ്റു 0.9 ഇൻറ്റു 10,000 ഡിവൈഡ് ബൈ 3,600. നമുക്ക് d² വാല്യൂ 0.2336 ആണ് വരുന്നത്. സോ അപ്പോൾ അതിൻ്റെ റൂട്ട് വാല്യൂ വരുമ്പോൾ d = 0.483 വരും. സോ ഇത്രയും മീറ്ററാണ്. സോ നമുക്ക് ഒരു 483 മില്ലിമീറ്റർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ എ സ്റ്റീം പവർ സൈക്കിൾ ദ സ്റ്റീം സപ്ലൈ ഈസ് അറ്റ് 15 bar pressure and dry saturated. The condenser pressure is 0.4 bar. Calculate Carnot and Rankine efficiencies of the cycle. Neglected pump work. അപ്പോൾ പമ്പ് വർക്ക് നെഗ്ലക്ട് ചെയ്ത് നമുക്ക് എന്താണ്, കാർനോട്ട് എഫിഷ്യൻസിയും കാണണം, റാങ്കൈൻ എഫിഷ്യൻസിയും കാണണം. അപ്പോൾ അതിനകത്ത് സ്റ്റീം സപ്ലൈ 15 bar ആൻഡ് ഡ്രൈ സാച്ചുറേറ്റഡ് ആണ് വരുന്നത്. ആൻഡ് കണ്ടൻസർ പ്രഷർ 0.4 bar ആണ് വരുന്നത്. അപ്പോൾ അതിൽ 15 bar പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ അതിലെ ടെമ്പറേച്ചർ വരുന്നത്, സാച്ചുറേഷൻ ടെമ്പറേച്ചർ 198.3 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ഇപ്പോൾ അതിൻ്റെ കെൽവിൻ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കാം. 198.3 പ്ലസ് 273 നമുക്ക് 471.3 വരും, ഇത്രയും കെൽവിൻ. തന്നെ ഇനി കാണേണ്ട എന്താണ്, നമുക്ക് അതിൻ്റെ HF വാല്യൂ കാണാം. HF വരുമ്പോൾ 844.6ഉം HFG കാണാം 1945.3 ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം, കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ HG വരുന്നത് ഡൈ സാച്ചുറേറ്റഡ് ആണ്. സോ HGയുടെ വാല്യൂ 2789.9 ആണ് വരുന്നത്. ദെൻ ഇനി SG വേണ്ടത് 6.441 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. അടുത്തത് പ്രഷർ തന്നിട്ടുള്ളത് 0.4 bar പ്രഷറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോക്കാം. 0.4 ആകുമ്പോൾ ടെമ്പറേച്ചർ വരുന്നത് 75.89 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ ദെൻ കെൽവിൻ വാല്യൂ നോക്കുമ്പോൾ 75.89 പ്ലസ് 273 ആകുമ്പോൾ 348.89 ആണ്. 348.89 കെൽവിനാണ് വരുന്നത്. ഇനി അടുത്തത് ഇവിടെ നമുക്ക് HF വാല്യൂ നോക്കാം. ഇവിടുത്തെ HF വാല്യൂ എന്തായിരിക്കും, 317.7 ആണ് വരുന്നത്. തന്നെ HFG വാല്യൂ വരുന്നത് 2319.2 ആണ്. സോ ഇതൊക്കെ കിലോ ജൂൾ പെർ കിലോഗ്രാം, ദെൻ കിലോ ജൂൾ പെർ കിലോഗ്രാം. നമുക്ക് SFഉം SFGയും കാണാം. SFൻ്റെ വാല്യൂ വരുന്നത് 1.026 ആണ്. ദെൻ 6.645 ആണ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇവിടെ കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. നമുക്ക് കാർനോട്ട് എഫിഷ്യൻസി കാണാം. മീറ്റർ കാർനോട്ട് ഈസ് ഈക്വൽ ടു T1 minus T2 by T1 is equal to 1 minus T2 by T1. So അപ്പോൾ T1 വരുമ്പോൾ 471.3 ആണ് വരുന്നത്. ദെൻ ഇൻലെറ്റ് വരുന്നത് 340.
348.89 ആണ്. സോ ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. (0.259). സോ ഇപ്പോൾ പെർസെൻറ്റേജിലാകുമ്പോൾ 25.9% ആയിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നത്, കാർനോട്ട് എഫിഷ്യൻസി. സോ അപ്പോൾ നമുക്ക് ഹീറ്റ് റാങ്കൈൻ കാണണം. സോ അപ്പോൾ എന്തായിരിക്കും അഡയാബാറ്റിക് ഓർ ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ബൈ ഹീറ്റ് സപ്ലൈഡ് ആണ് വരുന്നത്. ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ബൈ ഹീറ്റ് സപ്ലൈഡ്, ദെൻ സെയിം എൻട്രോപ്പിയാണ്. സോ എസ് ജിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, 6.44 ആണ്, 441 ആണ് വരുന്നത്. ദെൻ ഇവിടുത്തെ എസ് ജി എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഇപ്പോൾ 6.44 ഈസ് ഈക്വൽ ടു എസ് എഫ് പ്ലസ് എക്സ് ഇൻറ്റു എസ് എഫ് ജി ആയിരിക്കും. സോ എസ് എഫിൻ്റെ വാല്യൂ ദെൻ എക്സ് ആണ് നമുക്ക് കണ്ടത്, എക്സ് ഈക്വൽ ടു 6.441 മൈനസ് എസ് എഫിൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്, 1.026 ആണ് വരുന്നത്, ഡിവൈഡഡ് ബൈ എസ് എഫ് ജി വരുന്നത് 6.645 ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം, 6.441 മൈനസ് 1.026 ഡിവൈഡഡ് ബൈ 6.645. അപ്പോൾ 0.815 ആണ് വരുന്നത്. ദെൻ നമുക്ക് എച്ച് ജി കാണാം, എച്ച് ജി ഈക്വൽ ടു എച്ച് എഫ് പ്ലസ് എക്സ് ഇൻറ്റു എച്ച് എഫ് ജി. സോ ഇപ്പോൾ എച്ച് എഫിൻ്റെ വാല്യൂ വരുന്നത് 317.7 ആണ്, ഇൻറ്റു 0.815 ഇൻറ്റു എച്ച് എഫ് ജി വരുന്നത് 2319.2 ആണ്. 815 ഇൻറ്റു 2319.2 0.815 ഇൻറ്റു 2319.2 ഇൻറ്റു പ്ലസ് 317.7 നമുക്ക് 2207.85 എന്ന് കിട്ടും. സോ ഇത് കിലോ ജൂൾ പെർ കിലോഗ്രാം. സോ നമുക്ക് ഈ എഫിഷ്യൻസി വരുമ്പോൾ H1 minus H2 divided by H1 minus HF2. സോ ഈ HF2ൻ്റെ വാല്യൂ 317.7 ആണ്. ഈ H1ൻ്റെ വാല്യൂ 2789.9 ആണ് വരുന്നത്. 2789.9 മൈനസ് ഇവിടെ എന്താണ് H2 എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ ആണ് 2207. 2789.9 മൈനസ് ഡിവൈഡ് ബൈ 2789.9 മൈനസ് 317.7. അപ്പോൾ ആൻസർ വരുന്നത് 0.235 ആണ്. അപ്പോൾ ഒരു 23% ആണ് കാർനോട്ട് എഫിഷ്യൻസി വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, a Rankine cycle operates between pressure 80 bar and 0.1 bar. The maximum cycle temperature is 600 degrees Celsius if the steam turbine and condensate pump efficiencies are 0.9 and 0.8 respectively. Calculate specific work and thermal efficiency. Relevant steam table extract is given below. So ഇപ്പോൾ ഇതിൽ ഒരു സ്റ്റീം ടേബിളിൻ്റെ വാല്യൂസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. 0.1 ബാർ പ്രഷറിനും അതേപോലെ തന്നെ 80 ബാർ പ്രഷറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വോളിയം, എൻതാൽപ്പി ആൻഡ് സ്പെസിഫിക് എൻട്രോപ്പി എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റാങ്കൈൻ സൈക്കിൾ ഓപ്പറേറ്റ് ബിറ്റ്വീൻ പ്രഷേഴ്സ്. അപ്പോൾ 80 ബാർ പ്രഷറിൻ്റെയും 0.1 ബാർ പ്രഷറിൻ്റെയും ബിറ്റ്വീൻ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു റാങ്കൈൻ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ മാക്സിമം സൈക്കിൾ ടെമ്പറേച്ചർ വരുന്നത് 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്റ്റീം ടർബൈൻ ആൻഡ് കണ്ടൻസേറ്റ് പമ്പ് എഫിഷ്യൻസി ആർ 0.9. അപ്പോൾ സ്റ്റീം ടർബൈൻ്റെ എഫിഷ്യൻസി 0.9ഉം ദെൻ പമ്പിൻ്റെ എഫിഷ്യൻസി 0.8ഉം ആണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് സ്പെസിഫിക് വർക്കും തെർമൽ എഫിഷ്യൻസി കാണും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഫിഗർ ജസ്റ്റ് ഒന്ന് വരക്കാം. സോ ഇപ്പോൾ ഇത് 80 ബാറും ഇവിടെ എത്രയാണ് 0.1 ബാർ പ്രഷറുമാണ് വരുന്നത്.
3 4 സോ ഇപ്പോൾ സ്പെസിഫിക്കാൻ താല്പര്യം വരുന്നത് 80 ബാർ പ്രഷർ ആകുമ്പോൾ 600 ഡിഗ്രി സെൽഷ്യസിന് 39.5 സോ 80 ബാർ ആൻഡ് 600 ഡിഗ്രി സെൽഷ്യസ്. എച്ച് വരുന്നത് H1 വരുന്നത് എത്രയാണ്? 39.5 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. നമുക്ക് എൻട്രോപ്പി നോക്കാം. സ്പെസിഫിക് എൻട്രോപ്പി വരുന്നത് 7.019 ആണ്. സോ S1 is equal to 7.028 എടുക്കാം കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദെൻ നമുക്ക് S2 കാണണം. അപ്പോൾ S1 equal to S2 ആണ്, ഐസെൻട്രോപിക് പ്രോസസ് ആണ്. ദെൻ അടുത്ത പ്രഷർ 2 വരുന്നത് P2 equal to 0.1 ബാർ പ്രഷറാണ് വരുന്നത്. സോ 0.1 ബാർ പ്രഷറിന് എന്ത് ചെയ്യുക, നമ്മൾ സാച്ചുറേറ്റഡ് വാട്ടർ ആൻഡ് സ്റ്റീമിൻ്റെ പ്രഷർ ടേബിൾ എടുക്കുക. അപ്പോൾ അതിൽ 0.1 ബാർ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ 0.1ന് കറസ്പോണ്ടിങ് വാല്യൂസ് HF വരുന്നത് 191.8 ആണ്. HFG വരുന്നത് 2392.9 ആണ്. ദെൻ SF2 വരുന്നത് 0.649 ആണ്. ദെൻ SFG2 വരുന്നത് 7.502 ആണ്. സോ അപ്പോൾ S1 S2 ഈക്വൽ ആണ്. അതിൻ്റെ വാല്യൂ വരുന്നത് 7.02 ആണ്. ഈസ് ഈക്വൽ ടു SF പ്ലസ് എക്സ് ഇൻറ്റു SFG. സോ നമുക്ക് എക്സ് ഈക്വൽ ടു 7.02 മൈനസ് 0.649 ഡിവൈഡഡ് ബൈ 7.502 ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വരുന്നത് 0.85 എന്ന് എടുക്കാം നമുക്ക്. then അടുത്തത് H2 കാണണം. H2 ഈക്വൽ ടു HF2 പ്ലസ് എക്സ് ഇൻറ്റു HFG2. സോ ഇപ്പോൾ ഇതിൽ എക്സ് അറിയാം, HF2 അറിയാം, HFG2 അറിയാം. H2 ഈസ് ഈക്വൽ ടു 191.8 പ്ലസ് 0.85 ഇൻറ്റു 2392.9. സോ 0.85 ഇൻറ്റു 2392.9 പ്ലസ് 191.8 25.76 ആണ് വരുന്നത് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ നമുക്ക് എന്താണ് VF2 എടുക്കുക. അതിൽ നിന്ന് VF2 ഈസ് ഈക്വൽ ടു 0.001010 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ദെൻ നമുക്ക് എന്താണ് ടർബൈൻ വർക്ക് കാണാം. സോ W ഈസ് ഈക്വൽ ടു ടർബൈൻ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട് ഇൻറ്റു H1 മൈനസ് H2 ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ടർബൈൻ എഫിഷ്യൻസി തന്നിട്ടുള്ളത് 0.9 ആണ്. ഇൻറ്റു H1 വരുന്നത് 3639.5 ആണ്. മൈനസ് H2ൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 2225.76 ആണ്. സോ അതിൻ്റെ വാല്യൂ എത്രയാണ് നോക്കാം. 3639.5 മൈനസ് ഇൻറ്റു 0.9 1272.3615 ആണ് വരുന്നത് W, ദാറ്റ് ഈസ് കിലോ ജൂൾ പെർ കിലോഗ്രാം. നമുക്ക് കാണേണ്ടത് കാൽക്കുലേറ്റ് സ്പെസിഫിക് വർക്ക് ആൻഡ് തെർമൽ എഫിഷ്യൻസി. സോ ഇനി പമ്പ് വർക്ക് കാണണം. WP ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് പമ്പ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യണം, ആക്ച്വൽ പമ്പ് വർക്ക് കാണണമെങ്കിൽ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്ക് പമ്പിൽ WP ഈസ് ഈക്വൽ ടു VF2 മൈനസ് P1 മൈനസ് P2 ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ P1 വരുന്നത് 80 ആണ്. ദെൻ 0.1 ആണ് P2 വരുന്നത് ഇൻറ്റു
VF2 വരുന്നത് 0.001001 ആണ്. സോറി 0.001010 ആണ്. ഓക്കെ, ഒറ്റ 0 ഉള്ളൂ. സോ അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് എത്രയെന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റു 100 കൂടി ചെയ്യണം. അപ്പോൾ 0.001001 ഇൻറ്റു 80 - 0.1 ഇൻറ്റു 100 8.079 എന്ന് കിട്ടും. ദിസ് ഈസ് കിലോ ജൂൾ പെർ കിലോഗ്രാം. ദെൻ ഇനി കാണേണ്ടത് എന്താണ്, ആക്ച്വൽ പമ്പ് വർക്കാണ് കാണേണ്ടത്. ആക്ച്വൽ വർക്ക് ഈക്വൽ ടു 8.079 ഡിവൈഡഡ് ബൈ ഈറ്റ. സോ ഈറ്റ വാല്യൂ 0.8 തന്നിട്ടുണ്ട്. ബൈ 0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.098 എന്ന് കിട്ടും. ദെൻ ഇനി നമുക്ക് എന്താ വേണ്ടത്, സ്പെസിഫിക് വർക്ക് അല്ലെങ്കിൽ നെറ്റ് വർക്കാണ് കാണേണ്ടത്. W net ഈസ് ഈക്വൽ ടു 1 to നമുക്ക് ഇവിടെ കിട്ടിയത് എത്രയായിരുന്നു, 1272.36 മൈനസ് 10 പമ്പ് വർക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ എത്രയാണ്, 10.098. സോ 1272.36 മൈനസ് 10.098 1262.26 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇത്രയാണ് എന്ത് നെറ്റ് വർക്ക് വരുന്നത്. ദെൻ ഇനി കാണേണ്ടതാണ് Q കാണണം. Q1 ഹീറ്റ് ഇൻപുട്ട് കാണണം. സോ H1 - HF4 ആണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പമ്പ് വർക്കിൻ്റെ ഇക്വേഷനിൽ നിന്ന് എന്ത് കാണണം, HF4 കാണണം. സോ HF4 ഈസ് ഈക്വൽ ടു HF3 പ്ലസ് എന്താണ് പമ്പ് വർക്കാണ്. സോ ഇപ്പോൾ 191.9 പ്ലസ് 10.09 അപ്പോൾ 201.99 എന്ന് വരും. ഇനി തെർമൽ എഫിഷ്യൻസി വരുന്നത് വർക്ക് ഇൻപുട്ട് എത്രയാണ്, 1262.26 ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് വരുന്നത് H1 മൈനസ് 3639. H1ൻ്റെ വാല്യൂ വരുന്നത് 3639.5 മൈനസ് 201.99. ഇപ്പോൾ എത്ര വരും നോക്കാം, 1262.26 ഡിവൈഡഡ് ബൈ 3639.5 മൈനസ് 201.99 ഈക്വൽ ടു 0.367. പെർസെൻറ്റേജിലാണെങ്കിൽ 36.7% ആണ് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.